केशपाशधृतपिञ्छिका वितति सञ्चलन् मकरकुण्डलम् केशपाशधृतलम् केशपाशधृतपिञ्छिका वितति सञ्चलन् काञ्चितम् उदञ्जदं सुमणिनूपुरम् रासकेळि परिभूषितं तव हि रूपमीश कलयामहे നളിയത്തി ഈ പേസ്റ്റ് ഒന്ന് എടുത്തു തരുമോ? വേമ്പല്ലേ ചോളൂ, കുളിച്ചിട്ട് അമ്പലത്തിൽ പോണ്ടേ? കണ്ടലോല മണികുണ്ടലേ യുവതി മണ്ഡലേ വീഴണ്ട നീ. അന്തരാ സകല സുന്ദരീയുഗളം ഇന്ദിരാരമണ സഞ്ചരണം മഞ്ജുളാം തദനു രാസകേളിമയി. നളിനിയത്തിന്റെ ശ്രീകൃഷ്ണനോട് പ്രാർത്ഥിച്ചേ തൊടുന്നെല്ലാം പൊന്നാകണമെന്നും പൊന്നു തീർക്ക അവർ തട്ടാൻ വേണമെന്നും ആയിരിക്കും. അത്ര വലിയ ആശയൊന്നുമില്ല സുമിത്രേ. കൃഷ്ണന്റെ ബിംബത്തിന് മുന്നിലാണ് നിൽക്കുന്നെങ്കിലും എൻ്റെ പാതി പ്രാർത്ഥന കൃഷ്ണനോടുള്ളൂ, മറ്റേ പാതി സ്വർഗത്തിലുള്ള എൻ്റെ അമ്മയോടാ. അതിന് പക്ഷേ പ്രാർത്ഥന എന്നും പറയാൻ പറ്റില്ല, വേദന. അത് എൻ്റെ വേദന ഞാൻ എൻ്റെ അമ്മയോടല്ലാതെ മറ്റാരോടാ പറഞ്ഞു തീർക്കുക? ഈ നളിനിയത്തിയോട് എന്ത് പറഞ്ഞാലും ഇതാ, ചിരിപ്പിക്കാൻ പറഞ്ഞാലും ഏടത്തെ കരച്ചില്ല കൊണ്ടെത്തിക്കുക. എങ്ങനെ ചിരിക്കാനാ ഞാൻ? പെറ്റമ്മയല്ലാത്തൊരമ്മ പാലല്ല ഊട്ടുക, തീയ. ആ തീ മാത്രം തിന്നിട്ട് എത്ര കാലം വെച്ചിട്ടാ തള്ളി നീക്കുക? മതി എടുത്തി, ഇതൊക്കെയൊന്ന് അവിടുന്ന് പുറത്തിറങ്ങി നടക്കുമ്പോഴെങ്കിലും എല്ലാം ഒന്ന് മറന്നൂടെ? മറക്കാൻ നോക്കാഞ്ഞിട്ടല്ല സുമിത്രേ, അപ്പോഴാ ഓരോന്നും തേട്ടി തേട്ടി വരിക. ഇത്തിരിയെങ്കിലും ഒരു ആശ്വാസം രഘുക്കുട്ടനാ. പിറന്നത് അവരുടെ വയറ്റിലെങ്കിലും നിനക്കറിയാലോ, അവന് ഞാൻ എന്ന് വെച്ച ജീവനാ. പിന്നെ അമ്മാവൻ, നീ, അമ്മ തന്നേച്ചും പോയ ആ വീണയും ഇത്രയും കൂടി ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ ഗതി എന്താകുമായിരുന്നു? ഓർക്കുമ്പോൾ തന്നെ നടുക്കുക. ഏയ്, ഒരാളെ മറന്നു. അടിമുടി വർണ്ണിച്ച് കവിത എഴുതി നോമ്പ് നോറ്റ് കുത്തിയിരിപ്പില്ലേ ഒരാള്? ആ, ഇപ്പോഴാ ഓർത്തത്. ഉണ്ണിയേട്ട ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കുന്ന പേരിടാത്ത ആ കഥയില്ലേ, അതിന്റെ ഒടുക്കലത്തെ അധ്യായം കിട്ടിയില്ല കേട്ടോ എനിക്ക്. അയക്കണേ മുമ്പ് കൊണ്ടുതരണേ. അയച്ചു ആവോ? നളിനിയത്തി വായിച്ചില്ലല്ലോ. ഇല്ല. ആ, എന്നാ അയച്ചിട്ടും ഉണ്ടാവില്ല. കൊണ്ടുവരാ ഇന്ന് തന്നെ. നളിനിയത്തി, ദേ വയറത്തെ മാവിന്റെ തുഞ്ചത്തൊരു പഴുത്ത മാങ്ങ ഉണ്ടായിരുന്നില്ലേ? ഇപ്പൊ കാണാനില്ല. അത് കാക്ക അണാർക്കണ്ണ തിന്നിട്ടുണ്ടാവും. അണ്ടി കൂടി ഇല്ലാന്നേ. അണ്ടി മുക്കണ്ണൻ സന്യാസി കാശിക്ക് പോകുമ്പോ ചങ്ങാത്തം പോയിരിക്കും. നൂണ, അറിയില്ലെങ്കിൽ അറിയില്ലാന്ന് പറഞ്ഞ പോരെ. അണ്ടി അണ്ണാറക്കണ്ണൻ തിന്നിട്ടുണ്ടാവും. ആ, അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ. ഞാൻ വരട്ടെ? വരാ അങ്ങട്. പിന്നെ പോവാ. റൈറ്റ്.
നളിനി ശ്രീധരം ചെവിതല കേൾപ്പിക്കില്ല മനുഷ്യനെ. നേരം വെളുക്കുമ്പോ തുടങ്ങും ഇത് മരിച്ച് മുമ്പിൽ വെച്ചിട്ട്. തൊടിയിൽ 4 നേന്ത്രവാഴക്കെന്ന് വെച്ചിട്ടുണ്ട്. അതിന്റെ തടവൊന്ന് ചിക്കി കൊടുത്താലോ? പശുക്കൾ കിടന്ന് അമർന്നത് കേട്ടില്ലേ? ഒരു പിടി വൈക്കോല് പിടിച്ചിട്ട് കൊടുത്താലോ? അതെങ്ങനെയാ മറ്റുള്ളവർക്ക് ഒരു ഉപകാരമായി പോവില്ലേ? തൊട്ടേനും വെച്ചേനും പണിക്കാരെയും കാത്തിട്ടിരുന്നു. കെട്ടുകെട്ടായിട്ടില്ലേ ഇവിടെ സമ്പാദിച്ചു വെച്ചിട്ട് പോയിരിക്കുന്നത്? ചെയ്യേണ്ട എപ്പോഴായാലും ഞാൻ തന്നെയല്ലേ ചെയ്യണേ. പിന്നെന്തിനാ ഇളയമ്മ വെറുതെ ബഹളം ഉണ്ടാക്കണേ? തറുതല കേട്ടില്ലേ? ഞാൻ ഉണ്ടാക്കുന്നത് ബഹളം. ഇവള് മൂക്കുമുട്ട തിന്നിട്ട് പോയി ഇതും വെച്ച് കിരികിരേന്ന് കരയിച്ചോണ്ടിരുന്ന ബാക്കിയുള്ളൊരു കമാന്നും മിണ്ടാൻ പാടില്ല. കേവം തന്നെ നിന്റെ ന്യായം. പോ രേക്കുട്ടൻ പോയി ഡ്രസ് ചെയ്യ്. സ്കൂളിൽ പോകാൻ സമയമായി. അതുകൊണ്ട് നിനക്കാവില്ല. അവൻ എത്താത്തടത്ത് കയറിയുള്ള തുണി മുഴുവൻ വലിച്ചതായിട്ടാ ആർക്കാ ചെയ്തല്ലേ? അപ്പ ഇതുപോലൊരു അവതാരം ഈ 7-14 ലോകത്തിലുണ്ടാവില്ല. ടീച്ചർ ഒരു രാക്ഷസിയുടെ കഥ പറഞ്ഞല്ലോ. ആളുകളെ കണ്ട ഗർന്ന് ചിരിച്ചിട്ട് വരും അത്രേ. കടിച്ചു നിന്നിട്ട് എല്ലും മുടിയെല്ലാം കാട്ടിൽ കൊണ്ടുപോയിടും അത്രേ. അമ്മ അതുപോലെ രാക്ഷസിയല്ലേ? അങ്ങനെയൊന്നും പറയരുത്. മോന്റെ അമ്മയല്ലേ. ചീത്ത കുട്ടികൾ അങ്ങനെയൊക്കെ പറയാട്ടോ. മോൻ ചീത്ത നല്ല കുട്ടിയല്ലേ? ഞാനേ അരീക്കുളങ്ങര പത്മാവതിയമ്മയുടെ ഉടം വരെ ഒന്ന് പോവുക. കഞ്ഞിയും പുഴുക്കും ഉണ്ടാക്കി പാടത്തേക്ക് അയക്കണം, മറക്കണ്ട. കുളിമുറി കിടക്കണ തുണിയെല്ലാം അലമ്പിടാൻ നോക്ക്. വൈകിട്ടായ മഴക്കാറുണ്ടാവും, ഉണങ്ങില്ല. പിന്നെ വെറുതെ തലകുലിക്കിട്ട് കാര്യമില്ല. പറയണതൊക്കെ മണ്ടയ്ക്കകത്ത് കയറണുണ്ടോ? മോന്ത വീർപ്പിച്ചിട്ട് എന്താ കാര്യം? കണ്ടറിഞ്ഞ് ചെയ്താൽ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാതെ നോക്കാം. വഴിവിളക്കിന്റെ വെളിച്ചം ജനൽക്കടന്നെത്തി ചുവരിൽ വരയ്ക്കുന്ന നിഴൽചിത്രം നോക്കി മൈഥിലി കിടന്നു. ദൈവത്തിന് കണ്ണു പിന്നാമ്പുറത്തായിരിക്കണം. അല്ലെന്നും കാരുണ്യം ഉറവെടുത്തു ചുരത്തുന്ന ദിവ്യ ജ്യോതിസായി, കേഴുവോർക്ക് സാന്ത്വനമായി, തീണ്ടുവോർക്ക് കനൽ ശരങ്ങളായി മുന്നിൽ തന്നെയാണെന്നും വിശ്വസിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പിന്നെന്തേ, എങ്ങനെ ദൈവനിന്ദ തന്നിൽ കുടിയേറി തമ്പടിച്ച് കൊടിനാട്ടി. മതി, അവിടെ നിർത്ത്. ഉണ്ണേട്ട എഴുന്നതൊക്കെയും തന്നെത്താനെ വായിച്ചാലേ അതിനൊരു സുഖമുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് നിർത്തണം. എന്നിട്ട് അതിൻ്റെ ആ ഒരു ഭംഗിയുണ്ടല്ലോ, അതിലലിഞ്ഞ് എങ്ങനെയാ അത് പറയേണ്ടത് എനിക്കറിയില്ല. ഇന്നാ പിടിച്ചോ. നിങ്ങളായി നിങ്ങളുടെ പാടായി ഇടയ്ക്ക് നിൽക്കുന്നതിന് വഷളാക്കുന്നൊരു ഏർപ്പാട്. എല്ലാം തന്നെത്താൻ അങ്ങോട്ട് ആയിക്കോളൂ. വെറുതെ എടി, തമാശ. ഈ ജയിലിൽ നിന്ന് എപ്പോഴാണ് എനിക്കൊന്ന് രക്ഷപ്പെടാൻ കഴിയുക? വരണോടത്തും പോണോടത്തും എല്ലാം അച്ഛൻ ഏട്ടത്തിന്റെ ജോലിക്കാരും പറയുന്നുണ്ട്. വേഗം ഒന്ന് ശരിയാക്കിട്ടാൻ പ്രാർത്ഥിക്കുക, അത്ര തന്നെ. പ്രാർത്ഥിക്കാഞ്ഞിട്ടപ്പോ കാക്കക്കുർത്തികൾ പറയണേലും കാര്യമുണ്ടെന്നാ തോന്നണേ. തലയിലെ വര എനിക്കത് ശരിയില്ലാന്ന് തോന്നുന്നു. കരയണ്ട കരയണ്ട, കരഞ്ഞാൽ ഞാനങ്ങ് പോവും. അങ്ങനെ രാഘവൻ നാരെ തളച്ചിടാൻ നോക്കണ്ട കുട്ടീഷ്ണ. കൊടുക്കാൻ ഞാൻ തന്നെ കൊടുക്കും തോന്നണു. ആയിട്ടില്ല, വഴിയുണ്ട്. അതും അങ്ങോട്ട് പറഞ്ഞു തരന്നാ. നോക്കി കണ്ടുപിടിക്കടോ. ആ, എന്തായി കുട്ടന്നേരെ? അവിടെ ഒഴിവുണ്ടായിരുന്നു എന്നുള്ളത് ശരിയാ. പക്ഷേങ്കിലെ പഴയ ടീച്ചർ പോയതിന്റെ പിറ്റേന്ന് തന്നെ എത്തിയിരിക്കണു അത്രേ 4-5 എണ്ണം. മന്ത്രിന്റെ ശുപാർശയും കൊണ്ടുവന്നതിനെ വെക്കുകയും ചെയ്തു അത്രേ.
ഏതവന്റെ കയ്യും കാലും പിടിച്ചിട്ടാലും മേളിലെ കുട്ടനാരെ ഒരു ജോലിയായി നേരം വിളിച്ചാകുമ്പോൾ ഒരു വഴിക്കിറങ്ങിപ്പോയാ ആ ശൂർപ്പണയുടെ ചീറ്റും തൊഴിയും അത്രയെങ്കിലും കുറഞ്ഞു കിട്ടില്ലോ അതിന്. അതുകൊണ്ടാ. അതുമല്ല, ആ കുട്ടിയുടെ ജന്മനാലുള്ളൊരു ആഗ്രഹം പാട്ട് ടീച്ചർ ആവണമെന്ന്. എന്നാ കഴിയണതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. ബാക്കി അത് നമ്മുടെ കയ്യിലല്ലല്ലോ. ജോലി അല്ലാണ്ട് അതിനൊരു മോചനം എന്ന് വെച്ചാൽ കുട്ടന്മാർക്ക് അറിയൂലോ. ഇവിടുത്തെ ജാതകത്തിൽ അങ്ങനെ ഒരു ഏടാ കൂടെ ഉള്ളതുകൊണ്ടാ. 26 ആവാണ്ട് പുടമുറി പാടില്ലെന്നാ. അതിൻ്റെ അർത്ഥം അവൾക്ക് ശാപമോക്ഷത്തിന് ഇനിയും കൊല്ലം 2 കാത്തിരിക്കണമെന്നാ. നൂറായുസ നിനക്ക്. മുത്തനാലിൽ അവിടുത്തെ വളവ് ഇങ്ങോട്ട് തിരിയുമ്പോൾ ഓർത്തേ ഉള്ളൂ നിന്റെ കാര്യം. എന്താ ഓർത്തത്? വല്ല ഇടവഴിയിലോ പൊന്തക്കാട്ടിലോ നിപ്പുണ്ടാവുന്നോ? അല്ലാണ്ട് എങ്ങനെയാ? ഇങ്ങനെ പാത്തും പതുങ്ങി നിന്നിട്ട് വേണമല്ലോ എനിക്ക് കാണാനുള്ളവരെ കാണാൻ. ഞാൻ ആ വീട്ടിലേക്ക് വരില്ല എന്നുള്ള കാര്യം നിനക്കും അറിയാം, എനിക്കും അറിയാം. എൻ്റെ വീട്ടിലാണെ അച്ഛനുണ്ടാവും, സുമിത്ര ഉണ്ടാവും. അപ്പൊ പിന്നെ ഇത് തന്നെ വഴി. മുകളിൽ ആകാശം, താഴെ ഭൂമി, നടുക്ക് നമ്മൾ രണ്ടും. നമുക്ക് നമ്മുടെ ഈ തങ്കരഥവും. ഇത് തന്നെ മോളെ സ്വർഗം. വാ കേറിങ്ങോട്ട്. അവര് നോക്കുന്നു. അവര് നോക്കട്ടെ. ഉണ്ണിയേട്ടാ നിർത്ത് ഉണ്ണിയേട്ടാ. ഇല്ല, എനിക്ക് പേടിയാവുന്നു ഉണ്ണിയേട്ടാ, നിർത്ത്. നിർത്തി. ഞാൻ ഇനി ഉണ്ണിയേട്ടുള്ള വഴിക്ക് വരില്ല എങ്ങനെയാണെങ്കിൽ. നീ എന്റെ സ്വന്തമെന്ന് നാട് മുഴുവൻ അറിയണ കാര്യമാണ്. പിന്നിപ്പോ 4 ആൾ കണ്ടാലെന്താ? സത്യം പറഞ്ഞ ഉണ്ണിയേട്ടനോട് എനിക്ക് ദേഷ്യ വരുന്നത്. ഉണ്ണിയേട്ട ഒരു ദുഷ്ടനാ. ചെകുത്താന്റെയും കടലിലെയും നടുക്കെന്ന് പറഞ്ഞ പോലെയാ ഇവിടെ എന്റെ സ്ഥിതി. അതിന്റെ ഇടയിലാ ഉണ്ണിയേട്ടനെ ഈ പാട്ടും കൂത്തും. ചേച്ചേ കരയാ? ഇതല്ലേ പറഞ്ഞ വേണ്ടെന്ന്. നിന്റെ കഥയൊന്നും അറിയാഞ്ഞിട്ടല്ല മോളെ. ഞാനൊന്ന് പൊട്ടിച്ചിരിച്ച് കാണിച്ചാലെങ്കിലും നിന്റെ മുഖത്ത് ഒരു ഇത്രയെങ്കിലും തെളിച്ച ഉണ്ടായാലോ എന്ന് കരുതിയിട്ട് മാത്രാ ഞാൻ ഈ കോപ്പറേറ്റീവെല്ലാം കാട്ടണേ. ചിലപ്പോ തോന്നും ജ്യോത്സ്യവും കവടിയും അവന്റെ പണ്ടാരവും എല്ലാം പുല്ലാന്ന് വിചാരിച്ച് നിന്നെയും കൊത്തിയെടുത്ത് പറന്ന് പറന്ന് ഈ ലോകത്തിന്റെ അങ്ങേ തലയ്ക്കൽ എവിടെയെങ്കിലും ചെന്ന് കൂടിയാലോ എന്ന്. പക്ഷേ അച്ഛനെ ഓർക്കുമ്പോഴാ എന്നെ സുമിത്രനെ പോലെ തന്നെയോ ചിലപ്പോ അതിനേക്കാളും കുറെ കൂടുതലായിട്ടോ നള്ളിനെ സ്നേഹിക്കുന്ന ആളല്ലേ എൻ്റെ അച്ഛൻ. അച്ഛൻ്റെ ചില സെന്റിമെന്റ്സ് അതിനെ മാനിക്കാനെങ്കിലും ഇത്രയും പുറത്ത് നമ്മള് കുറച്ചുകൂടെ അങ്ങ് പുറത്തൂടെ? അതാ. കണ്ടില്ലേ, എനിക്ക് ഇന്നത്തെ പൂരത്തിനുള്ള വകയായി. ഞാൻ സഹിച്ചോളാം. അതിന് ഉണ്ണേട്ടനാ എനിക്കൊരു ധൈര്യം. എത്ര ചെറുപ്പത്തിൽ വിധവയായാലും സമൂഹം അവളെ ശപിക്കപ്പെട്ടവളായി മാറ്റി നിർത്തും. വിധവയെ ആരും വിവാഹം കഴിക്കുകയില്ല. തലമുണ്ടനം ചെയ്യണം. നല്ലിയർത്തി, മുണ്ടനം ചെയ്യാന്ന് വെച്ചാൽ എന്താ? തല മുട്ടയടിക്കുക. വെള്ള വസ്ത്രങ്ങളെ ധരിക്കാവൂ. ആഭരണങ്ങളോ അലങ്കാരങ്ങളോ അണിയാൻ അനുവദിച്ചിരുന്നില്ല. മംഗളമുഹൂർത്തങ്ങളിൽ വിധവയെ ദർശിക്കുന്ന അശുഭ സൂചകമായിട്ട് കണക്കാക്കിയിരുന്നു. ആർക്കും വേണ്ടാതെ എല്ലാവരും വേറെ ഗതിയില്ലാഞ്ഞിട്ടോ അല്ല 2ാം സംബന്ധമായിട്ട് ഞാൻ ഈ കുടുംബത്തിൽ വന്നു കയറിയത്. ഇവിടെ ആരുടെയും പണവും പകിട്ടും കണ്ടിട്ടുമല്ല. പഞ്ചാര വാക്കും പറഞ്ഞ് കൊഞ്ചിട്ടും കാല് പിടിച്ചിട്ടും വിളിച്ചിറക്കി കൊണ്ടുവന്നതാ എന്നെ നിന്റെ തന്ത. പുന്നാരമോളുടെ മഹിമകൾ പാടി കേട്ടപ്പോ അതിലങ്ങ് മയങ്ങിപ്പോയത് എന്റെ തെറ്റന്നെയാ. അടിക്കണം എന്നെ തന്നെ, ചെരിപ്പൂരി അടിക്കണം. എത്രയായാലും ആരാൻ പറ്റുക താൻ പറ്റിയുള്ള വരില്ലെന്ന് ഞാൻ അന്നേ കാണേണ്ടതായിരുന്നു. എന്നിട്ടും ഏതോ പാപപുണ്യം വിചാരിച്ച് ഈ പാമ്പും കുഞ്ഞിനെടുത്ത് ഒക്കത്ത് വെക്കാൻ വന്നപ്പോ വാളും പരിചയം എടുത്ത് നിന്നവരാ ഇന്ന് അവകാശം കൊണ്ടാടാൻ വരുന്നത്. ഒരു കണക്കിന് നോക്കിയാ നിന്റെ അച്ഛനെ നേരത്തെ ഞാൻ കെട്ടിയെടുത്ത് നന്നായിടി. അല്ലെങ്കിൽ ഇപ്പൊ അളിയന്റെയും തൃപ്പുത്രന്റെയും താഴത്തിന് തലയും കുത്തി നിന്ന് ആടുന്നത് എന്റെ കണ്ണുകൊണ്ട് തന്നെ കാണേണ്ടി വരുമായിരുന്നു. എടി, നിന്റെ തോന്നിയാസത്തിന് നാട് തിരക്കി നടന്നാലേ മുട്ടുകാല് തല്ലിയൊഴിച്ച് മൂലക്കിലടി ഞാൻ പറഞ്ഞേക്കാം. പഴമക്കാരി പറയണ വെറുതെയാ 10 ഗുണം 10 ഗുണമെന്ന്. പെറ്റ മൂദേവി എന്തായിരുന്നു ആകാന്ന് ആർക്കറിയാം. അച്ഛനെ പറഞ്ഞ അടക്കി പിടിച്ചിട്ടായാലും ഞാൻ സഹിക്കണത്. അച്ഛന്റെ മേലെ നിങ്ങൾക്കൂടെ കുറച്ച് അവകാശം ഉള്ളതുകൊണ്ടാ. എന്നാ അമ്മ
എന്തിനാ നിങ്ങൾ ഈ പറയണത്? ക്ഷമിക്കണേനൊരു അതിരുണ്ട്. എന്നിട്ട് എന്താ നീ എന്നെ ചെയ്യാൻ പോണേ? അങ്ങ് വിഴുങ്ങി കളയോ? ചന്ദ്രാസം ഇളക്കിട്ടൊന്നും കാര്യമില്ല. അടങ്ങി ഒതുങ്ങി ഉള്ളേലോ ഒരു നിന്നിട്ട് ഒരു മൂലയിലെങ്ങാനും കിടന്നോ, അതാ നിനക്ക് നല്ലത്. എടാ രഘു, ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട്, വന്ന് തിന്നിട്ട് കിടക്ക്. പറഞ്ഞത് കേട്ടില്ലേ? ചോറ് തിന്നിട്ട് കിടക്ക്. എനിക്ക് വേണ്ട. എന്താ? എനിക്ക് വേണ്ട. ചോറും വേണ്ട, ഒന്നും വേണ്ട. ശരി, വേണ്ടെങ്കി വേണ്ട. കിടക്ക് പോയി. പോ. സബാഷ്. Well done. അയ്യേ, അച്ഛൻ തോറ്റു. രാജലക്ഷ്മി, ഇവളെന്നെ തോൽപ്പിച്ചു കളഞ്ഞിട്ടോ. അമ്മേ, ഇനി ഞാൻ കുറച്ചു നേരം. ഇങ്ങനെ വേർപ്പ് ഒഴുക്കൊക്കെ ആയിട്ടൊന്നും വീണ് തൊടാൻ പാടില്ല കേട്ടോ. ചെല്ലു, ചെന്ന് മേലെ ഇട്ടു. പോയിക്കോ പോയിക്കോ. എവിടെ ലൈഫ് ബോയ് ഉണ്ടോ അവിടെ ആരോഗ്യമുണ്ട് മോളെ. കുളിച്ച് സുന്ദരിയായിട്ട് പോയി വീണ വായിക്കണം കേട്ടോ. എന്റെ മോള് എന്നേക്കാൾ നന്നായിട്ട് വീണ വായിക്കുന്ന ഇപ്പോഴത്തെ തുടക്കം കണ്ടാലേ അറിയാം. അത് ശരി, എന്റെ മോളെന്ന് അങ്ങ് വേർതിരിച്ച് പറഞ്ഞാൽ എങ്ങനെയാ? ചന്തേന്ന് ലേലത്തിന് വാങ്ങിക്കൊണ്ടുവന്നോന്നല്ലോ മോളെ. ശരി, നമ്മുടെ മോള് നമ്മുടെ മോള് നമ്മുടെ മോള് മതിയോ? മോളെ മോളെ നടുവിലുണ്ട്. സ്മൈൽ പ്ലീസ്. എന്റെ മുടി എങ്ങനെ സ്മൈൽ പ്ലീസ്. ഇതാ ഈ ഭാഗത്താണ് കുഴപ്പം. ഓപ്പറേഷൻ എത്ര വേഗം ചെയ്യുന്നോ അത്രയും നല്ലത്. എവിടെ എന്റെ അമ്മ? നളിനി, നോക്ക് മോക്ക് മോക്ക് വേണ്ടിട്ട് അച്ഛനൊരു അമ്മയെ കൊണ്ടുവന്നിരിക്ക. ഇതാ നളിനി, നീ അപ്പുറത്തെ മുറി കിടന്നു. വേണ്ട, ഞാൻ അച്ഛൻ്റെ കൂടെ കിടന്നോളാം. ശാഠ്യം പിടിക്കാതെ പറയുന്നത് കേക്ക്. വാ.
നിന്റെ വിഷമങ്ങള് പറയാണ്ട് തന്നെ എനിക്കറിയാം മോളെ. ആ തീക്കുണ്ടത്തിലെ പൊറുതി വേണ്ടാന്നും വെച്ചിട്ട് നിന്നെ വിളിച്ചിറക്കൊണ്ടുവരാൻ പ്രാപ്തി ഇല്ലായിട്ടുമല്ല. പക്ഷേ എന്തും ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ചിട്ടയോടും ചട്ടവട്ടങ്ങളോടും കൂടി തന്നെ വേണമല്ലോ എന്ന് കരുതിയിട്ട് മാത്രം. എന്ത് തെറ്റ് ചെയ്തിട്ടാ എനിക്ക് ഈ ശിക്ഷ എന്ന് അമ്മ മനസ്സിലാവാത്ത? അവരുടെ ചൊൽപ്പടിക്ക് അവർ പറയണതെല്ലാം ഞാൻ ചെയ്യണുണ്ട്. എന്നിട്ടും ഈ ആട്ടും തുപ്പും സഹിക്കണം എന്ന് വെച്ചാ മുച്ചമ്മത്തിലെങ്ങാണ്ടോ ഉള്ളൊരു സൂര്യക്കുറവാണെന്ന് കരുതിയിട്ട് തൊടിയിലെങ്ങനെ എത്ര നായ്ക്കൾ കുറയ്ക്കണം? അതിലൊന്നാന്ന് വെച്ച് അങ്ങോട്ട് തള്ളിക്കളയും, അത്ര തന്നെ. എങ്ങനെ അമ്മാവ കഴിയാതെ? മർമ്മ എവിടെയാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ തൊട്ടേനും പിടിച്ചേനും അവരെന്റെ അമ്മയെ കൊള്ളിച്ച് തോന്നിയാസം പറയണത്. വല്ല കുളത്തിലോ കിണറ്റിലോ ചാടി കഴിയുന്നത്ര വേഗം അമ്മയുടെ അടുത്തേക്ക് എന്നെ അങ്ങ് പോയി ചേർന്നാലൊന്നു കൂടെ ചിലപ്പോ തോന്നിപ്പോകാറുണ്ട്. ഓ, അത് നല്ല കാര്യ. നളിനി, ഈ തലയ്ക്കുള്ളില് ചെളിയല്ലാണ്ട് കുറച്ച് എന്തൊക്കെയുള്ളൊരു പെൺകുട്ടിയായിട്ടാ നിന്നെ കണ്ടിരുന്നത്. ഒക്കെ കളഞ്ഞു കുളിച്ചു. ദാ ഇപ്പൊ അബദ്ധവശാൽ കൂടി ഇനി മേലിൽ അങ്ങനെ ഒരു വിരദോഷം നിന്റെ നാവിന്ന് വരരുത്. ഈ വയസ്സായ നെഞ്ചില് ഒരു വലിയ ആശയുണ്ട്. എന്റെ കൂടെ പിറന്നോള് വീണെടുത്ത് വെച്ച് വായിക്കുമ്പോ തറവാട്ടുള്ളവര് മുഴുവൻ ശ്വാസം കൂടെ വിടാണ്ട കേട്ടോണ്ടിരിക്കുക. ഞാനും കൂടെ. അവളെ സംബന്ധം കഴിച്ചു കൊടുത്തതിന് ശേഷവും ആ വീണവായന കേൾക്കാനായിട്ട് മാത്രം ഞാൻ എത്രയോ പ്രാവശ്യം എരഞ്ഞിക്കിലേക്ക് വന്നിട്ടുണ്ട്. ഒരു ശിവരാത്രി ഇടന്ന അവള് വീണ വായിക്കുന്നത് അവസാനമായിട്ട് കേട്ടത്. നിന്റെ ഉണ്ണിയുടെ സംബന്ധം നടക്കുമ്പോൾ ഇപ്പൊ നിന്റെ രക്ഷിതാവിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആ പിശാചിന്റെ കയ്യിൽ നിന്ന് ഞാനൊരു സ്ത്രീധനം വാങ്ങിക്കും. ആ വീണ എന്നിട്ട് ഇവിടുത്തെ പൂജാമുറിയില് നീയത് വായിക്കുന്നത് ഞാൻ കേൾക്കണം. രാജലക്ഷ്മിയുടെ സ്വരൂപമായിട്ട്. എന്നിട്ട് വേണം എനിക്ക് കണ്ണു ചിമ്മാൻ. എന്റെ ആശ നീയായിട്ട് തെറ്റിക്കില്ല എനിക്കറിയാം. അവിടെ ഇവിടെയൊക്കെ കുറേശ്ശെ നരച്ചു. അപ്പോഴാ ഇവിടെ ചിലർക്ക് കുട്ടിക്കളി കളിക്കാൻ ആശ വരണത്. നിനക്ക് വിവരമില്ലാന്ന് പണ്ടേ അറിയാവുന്ന കാര്യമല്ലയോ? പിന്നെ ഞാനും നിങ്ങളോട്ട് പിള്ളേരോടെ കളിക്കണായിരിക്കും. എടീ ഭാര്യയെ, ജീവിതത്തിന്റെ പകുതി ഭാഗം എയർഫോഴ്സ് തീർന്നു. പിന്നെ കിട്ടിയത് നിന്റെ അപ്പന്റെ കുറെ എസ്റ്റേറ്റും മാങ്ങാത്തൊലി. ഇടയിലൊന്ന് റിലാക്സ് ചെയ്യാൻ ഇതൊക്കെയല്ലേ ഉള്ളൂ. നിന്ന് വാചം അടിക്കാതെ ചെന്ന് ഡ്രസ് ചെയ്യാൻ നോക്ക്. ഓ, നിന്റെ ഡിക്ഷണറിയിലെ മഹത് സംഭവങ്ങളിൽ ഒന്ന് ഷോപ്പിംഗ്. ഞാനതങ്ങ് മറന്നായിരുന്നു. പറക്കും. ഇല്ല, ഞാൻ ഇപ്പൊ റെഡി ആയേക്കാം. 5 minutes. ഓക്കെ? മീരെ, എന്താ മമ്മി? മോക്ക് ഡ്രസ് ഇത് മതിയോ? മമ്മി രഘുവിനെ കൂടെ വിളിച്ചോട്ടോ മമ്മി ഷോപ്പിങ്ങിന്. അവന്റെ അമ്മ അവനെ കാണാൻ വഴക്ക് പറയില്ലേ? ഇല്ലെന്നുണ്ടെങ്കിൽ വന്നോട്ടെ. വരുന്നോ? മീര നോക്ക്. രഘു, നാളെ വരുമ്പോ നല്ലിയടുത്തൊരു കാര്യം ചോദിച്ചിട്ട് വരുവോ? ഏടത്തിയോട് മീരയ്ക്ക് പാട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് വരണം. അത് നമ്മൾ തന്നെ ചോദിക്കുന്നതല്ലേ നല്ലത്. നമ്മൾ വേണമെങ്കിൽ പോകാം. രഘു ഒന്ന് സൂചിപ്പിച്ചു വെച്ചോട്ടെ. സരിഗമ പദനി സനി ദപ മഗരി സരിഗമ പദനി സനി ദപ മഗരി
സരി ഗമ പദനി സ സരി ധ പ മ ഗ രി സ സരി ഗമ പദനി സ സരി ധ പ മ ഗ രി സ സരി ഗമ പദനി സ സരി ധ പ മ ഗ രി സ സരി ഗമ പദനി സ സരി ധ പ മ ഗ രി സ. ആദ്യത്തെ ദിവസമല്ലേ, ഇന്ന് ഇത്രയും മതി. രഘുവിന്റെ അമ്മ സമ്മതിക്കുമെന്നായിരുന്നു ഞങ്ങളുടെ പേടി. അവര് കുഴപ്പമുണ്ടാക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടല്ലോ. ആദ്യം കുറച്ച് ഒച്ചയും വിളിയൊക്കെ ഉണ്ടാക്കിയതാ. ഇപ്പൊ ഇറങ്ങാൻ നേരത്താ ഞാൻ ചെന്ന് പിന്നെയും ചോദിച്ചത്. എന്തായോ എന്തോ ഒരു മറുപടിയും പറഞ്ഞില്ല. ഞാൻ യാത്ര പറഞ്ഞെങ്കിൽ പോരും ചെയ്തു. അമ്മാവൻ ഞാനിത് പറഞ്ഞപ്പോ തന്നെ സമ്മതിച്ചു. ആശീർവദിച്ചിട്ടാ വിട്ടത്. കലാപ്രേമികളെ, ഇന്ന് രാത്രി തലക്കുളത്തൂർ സേവാസംഘം മൈതാനത്ത് നവതാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സുപ്രസിദ്ധ ഗായകൻ കൈതപ്രം നമ്പൂതിരിയുടെ വമ്പിച്ച ഗാനമേള ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളേവരും സന്നിഹിതരായി പരിപാടി ഒരു വൻ വിജയമാക്കാൻ. ഗാനമേളയുടെ അവിടെ പാട്ടും കേട്ടോണ്ടിരുന്നപ്പോ, അതും പ്രേമഗാനങ്ങൾ വന്നപ്പോ നീ എന്താ ആലോചിച്ചോണ്ടിരുന്നത്? ഒന്നും ആലോചിച്ചില്ല. നുണ. നീ ആലോചിച്ചത് ഈ പാടനെല്ലാം എന്നെ ഉണ്ണിയേട്ടനെ പറ്റിയാണല്ലോ എന്നാ. കോകില എണയെ വിളിക്കുന്നു എന്ന് പാടുമ്പോൾ ഈ ഉണ്ണിക്കോകിലം ഇങ്ങ് പടിഞ്ഞാറ് എരഞ്ഞിക്കലിരിക്കുന്ന നളിനി കോകിലത്തിനെ വിളിക്കുന്നു എന്ന്. ആ പാട്ടില് രണ്ടുപേരെയെ നമ്മുടെ ഏർപ്പാടുമായിട്ട് ചേരാത്തുള്ളൂ. ഏതൊക്കെയാന്ന് പറയാൻ പറ്റുമോ? എനിക്കറിയില്ല, തന്നെ തന്നെ അങ്ങ് പറഞ്ഞാ മതി. മണ്ടൂസ്. ഇതാണ്. ഇണയോ വിളി കേൾക്കുന്നില്ല, അനുപല്ലവി പാടുന്നില്ല. നമ്മുടെ കഥ ഇതല്ലല്ലോ. നമ്മൾ രണ്ടിലൊരാൾ ആര് മറ്റേയാളെ എപ്പോൾ വിളിച്ചാലും ആടാനല്ല, പാടാനല്ല, മരിക്കാനായാലും തയ്യാറല്ലേ? അത് പിന്നെന്താ, ഈ അസ്തമിക്കാൻ പോണ സൂര്യബിംബം നോക്കിയിട്ട് ഞാൻ സത്യം ചെയ്യാം. എൻ്റെ ഉണ്ണേട്ടൻ പറഞ്ഞ എന്ത് ചെയ്യാനും എന്ത് സാഹസം കാട്ടാനും ഞാൻ തയ്യാറാണ്. ഗുഡ് മോർണിംഗ്. അഭിവാദ്യം ചെയ്താൽ തിരിച്ച് അഭിവാദ്യം ചെയ്യാന്നുള്ള സാമാന്യ മര്യാദയെങ്കിലും കാണിക്കുമെന്ന് വിചാരിച്ചു. എന്താ ഗോപ, എന്താ പറഞ്ഞു നീ? ഒന്നുമില്ല ആന്റി, ഞാനേ ഈ മുല്ലപ്പൂമാല എന്ത് ഭംഗിയാന്ന് ആലോചിക്കായിരുന്നു. അതൊരു പന്തില്ലാതെ പോക്കാണല്ലോ ആന്റി. സ്ഥലം ഒഴിഞ്ഞു തന്നേക്കാം, എന്താച്ചാ ചെയ്തോന്നുള്ള മട്ടില്. അവൾക്ക് നമ്മുടെ അടുത്ത് വല്ല സംശയം ഉണ്ടോ? എനിക്കെന്താന്നറിഞ്ഞില്ലേ? അവള് സംശയിച്ച അവളുടെ ചക്കാത്തിലല്ലേ ഞാനിവിടെ കഴിയണത്. ആദ്യം വന്ന ക്ഷീണം ഒന്ന് മാറട്ടെ, അതിനിടയിൽ ഞാൻ കുടിക്കാൻ എടുക്കാം. കുടിക്കാൻ മാത്രം പോരാ, കടിക്കാനും വേണം. ഈ സ്വന്തവും ബന്ധവും പറയണത് വെറുതെയാ. എനിക്ക് അവൻ ആദ്യം കണ്ടപ്പോഴേ അറിയാം. ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ളൊരു ആൻറ്റി വിളി. എന്തെല്ലാം കാണണം എൻ്റെ ഈശ്വര. ഞാൻ ഏടത്തിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അവിടുന്ന് എവിടെയും പോവില്ല. രണ്ടിനെ ഇട്ട് കുരങ്ങ് കളിപ്പിക്കുമായിരുന്നു. എനിക്ക് വയ്യ സുമിത്ര ഒന്നിനും. ആ വീടിൻ്റെ ഓരോ മുക്കിലും മൂലയിലും എനിക്കിപ്പോഴും എൻ്റെ അമ്മയുടെ മണമുണ്ടെന്ന. അവിടെ ഇപ്പൊ കണ്ണി കണ്ട ജന്തുക്കളെല്ലാം കയറി തോന്നിയമാര് നടക്കുന്നത്. തരുണീമണികൾ അമ്പലത്തിൽ നിന്നായിരിക്കും. നിന്റെ കണ്ണീന്ന് ഇന്നോളം ഒഴുകിയ കണ്ണീരുണ്ടായിരുന്നെങ്കിൽ സഹാറ മരുഭൂമി ഒരു പുഞ്ചനിലാക്കായിരുന്നു. ആട്ടെ, എന്താ ഇപ്പൊ പുതിയ കഥ, കണ്ണീർ കഥ? അതിനു മുമ്പൊരു ചോദ്യം. രണ്ടാളും കഥ, കവിത, നാടകം എല്ലാം പറഞ്ഞു തീർക്കുന്നവരേലും ഞാനിവിടെ തന്നെ നിൽക്കാവോ അതോ പോണോ? പൊന്നു പെങ്ങൾക്ക് ഏതാണ് നല്ലതെന്ന് തോന്നുന്നത് അതുപോലെ ചെയ്യാം. എന്നാ ഞാൻ പോവാം. ഓ ദിവസവും നീ ഇങ്ങനെ അമ്പലത്തിൽ പോയി പറയാനുള്ളത് മുഴുവൻ കരഞ്ഞു പറഞ്ഞു തീർക്കണ്ടല്ലോ. എന്നിട്ടെന്താ ദൈവങ്ങൾ നിന്റെ മേലെ പ്രസാദിക്കാത്തത്? ചിലപ്പോ നിന്റെ അപേക്ഷകളൊന്നും അങ്ങ് എത്തുന്നില്ലെന്നുണ്ടോ? ദേവലോകത്തെ പോസ്റ്റൽ സർവീസ് പണിമുടക്കോ മറ്റോ? ദൈവങ്ങളെ പരിഹസിച്ചാൽ മേൽഗതി ഉണ്ടാവില്ല. ഓ, അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. തളിയിലമ്പലത്തിൽ തുലാഭാരം നേർന്നിട്ടാ ഉണ്ണിയേട്ടുണ്ടായത്, അത് മറക്കണ്ട. അപ്പോ കുട്ടികളുണ്ടാവുന്നത് തുലാഭാരം നേർന്നിട്ടാ? വേണ്ട ഉണ്ണിയേട്ടാ, ഞാൻ ഈ കളിക്ക് നിൽക്കില്ല. ദൈവദോഷം പറയണ്ട. ഉണ്ണിയേട്ടന് ഉറക്കം വരില്ലെന്ന് വെച്ചാ
ഞാൻ പോവാ. പിണങ്ങിയോ? എനിക്കുണ്ട് മോളെ ഭക്തിയൊക്കെ. നിന്നെ വെറുതെ ചുണ്ടി പിടിപ്പിക്കാൻ പറഞ്ഞതല്ലേ. ചിരിച്ചേ, നിന്റെ അപൂർവ ചിരികളിലൊന്ന് മനസ്സ് തുറന്ന്. ഏയ്, അവിടെ നിൽക്ക്. ഈ ചന്ദനക്കുറി ആര് തൊട്ടാന്ന് ആരെങ്കിലും ചോദിച്ചാൽ എന്താ പറയണ്ടേ? എന്റെ പേരറിയില്ലേ? നളിനിന്ന്, എരഞ്ഞിക്കലെ നളിനിന്ന്. എന്നാ ഞാൻ ഉറക്കെ വിളിച്ചു പറയാൻ പോവാ. ഈ ചന്ദനക്കുറി തൊട്ട് ഇത് ഈ കുട്ടനായരുടെ കൊക്കിലടങ്ങണ കാര്യമായതുകൊണ്ടാ ഒത്തു വന്നത്. ഉണ്ണിയുടെ കാര്യത്തിന് ഇതിലും വലിയ ഇടങ്ങളിൽ പിടിപാടുണ്ടാവണം. ചുറ്റണേൻ്റെ ഇടയിൽ കിട്ടണ ന്യൂസുകൾ കൊണ്ട് തരാനേ കുട്ടനായരെ കൊണ്ടുവയ്ക്കൂ. ഇതാച്ചാ ആ ഇതാ ഇതാ ഇത് കുട്ടനാരും വെച്ചോളൂ. കടലാസുകളെല്ലാം നള്ളിയുടെ പേർക്ക് നയിക്കാൻ ഏർപ്പാട് ചെയ്തോളൂ. സ്വന്തം കൈകൊണ്ട് തന്നെ വാങ്ങി സന്തോഷമായിട്ട് തുടങ്ങിക്കോട്ടെ. എന്തിനാ ആ ഗൗതമനെ കൊന്നത്? തനി പൈങ്കിളി സ്റ്റൈലായി പോയി. ഞാൻ കരുതിയത് അവസാനം ഗൗതമനെയും മൈഥിലിനെയും തമ്മിൽ കൂട്ടിച്ചേർക്കുന്നായിരുന്നു. അതിന്റെ അർത്ഥം വേണ്ടത്ര പാകം വരാത്തൊരു മനസ്സാ ഇപ്പോഴും നിന്റെ എന്നാ. ഓ പിന്നെ, മനുഷ്യരെ കൊല്ലുന്നതാണപ്പോ പക്വതയുടെ ലക്ഷണം എന്നായിരിക്കും. അത് ചിലപ്പോ ഞാൻ പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ല. അതെന്താ? അത് എന്റെ മണ്ടക്കകത്ത് എന്താ കളിമണ്ണ എന്നാ ഉണ്ണിയേട്ടൻ കരുതിയത്? അല്ലേ, തനി ചേറ് തന്നെയാണേ. ഒരൊറ്റ കുത്തുവെച്ച. ഏയ് നിക്ക്, ഞാനും വരട്ടെ അങ്ങോട്ട്. ചോദിച്ചതിനുള്ള മറുപടി കേട്ടോളൂ. ജീവിതത്തിൽ ശാശ്വതമായ സത്യം ദുഃഖമാണെന്ന എന്റെ കൺസെപ്റ്റ്. ദുഃഖത്തിന്റെ ഉലയിൽ വെച്ച് ഊതി സ്ഫുടം ചെയ്തെടുത്താലേ മനുഷ്യന്റെ സത്തയ്ക്ക് ഔദത്യം ഉണ്ടാവുള്ളൂ, തേജസ് ഉണ്ടാവുള്ളൂ, ജ്വലിച്ച് വെളിച്ചം പരത്തുള്ളൂ. ഗൗതമൻ മരിച്ചതിന് ശേഷം വെള്ളയെടുത്ത് പൊട്ടും പൊന്നുമൊന്നും ഇല്ലാതെ ഉറഞ്ഞുകൂടിയ ദുഃഖം മാതിരി നിൽക്കുന്ന മൈഥിലിയെ ഒന്ന് സങ്കല്പിച്ചു നോക്ക്. ജീവിച്ചിരുന്ന ഗൗതമനോട് അവൾക്കുണ്ടായിരുന്ന സ്നേഹത്തിനും പ്രേമത്തിനും പാതി പകിട്ടേ ഉള്ളൂ. കാരണം എന്താണെന്നറിയാം നിനക്ക്? അതിൽ സ്വാർത്ഥതയുടെ അംശം ഉണ്ടാവാന്നുള്ളത് തന്നെ. എന്നാൽ മരിച്ചു മണ്ണോട് ചേർന്ന ഗൗതമനോട് കൂറ് കാട്ടിയിട്ട് നീതി പുലർത്തിയിട്ട് മൈഥിലിക്ക് എന്ത് സ്വാർത്ഥം നേടാനാവും? ഗീതയിൽ പറയണ പോലെ ലാഭേച്ഛ കൂടാത്ത കർമ്മം. അങ്ങോട്ട് കൊടുക്കുന്നത് തിരിച്ചിങ്ങോട്ട് കിട്ടില്ല എന്നറിഞ്ഞുള്ള പ്രേമം. അവിടാണ് മോളെ പ്രേമം പ്രേമമാവുന്നത്, ഉദാത്തമാവുന്നത്. എന്താ അല്ലേ? എനിക്ക് ഉദ്യോഗം ചമഞ്ഞ് നടന്ന ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആര് നോക്കുന്നു കണ്ടിട്ടാ? പാട്ട് കുടുംബത്തിന് നിരക്കാത്തൊരു ഭ്രാന്തും പിത്തലാട്ടും. ഊർജ്ജശ്വാസം വലിക്കാൻ നേരത്ത് സന്തതിക്ക് പഠിപ്പിച്ചു വെച്ചിട്ട് പോയൊരു പറയണില്ല ഞാനൊന്നും.
നന്നായി വരൂ. കൊട്ടക്കണക്കിനാ വാങ്ങി കൂട്ടുന്ന അനുഗ്രഹം. ടീച്ചറേ, എന്റെ അനുഗ്രഹം വാങ്ങാതെ പോയാ പാട്ട് ശരിയല്ലോ കേട്ടോ. പിള്ളേര് ടീച്ചറെ കൂവും. ആദ്യം തന്നെ ജോലിക്ക് പോകുമ്പോ ഈ സ്കൂട്ടിലാ പോണേ. വഴിയിലിറങ്ങി തള്ളേണ്ടി വന്നാ ശകുനക്കേടാവും. ഈ പണി ഫുൾ കണ്ടീഷനാ കണ്ടോ. വൈകിട്ട് എനിക്ക് വരാൻ പറ്റില്ല. 4 മണിയുടെ ബിജുമോനിൽ വന്നു. ആ ഒരു കാര്യം, ടീച്ചർ ഇപ്പൊ വന്നതിന്റെ വണ്ടിക്കൂലി വന്നില്ല. കണക്കിൽ എഴുതിക്കോളൂ. വരാത്ത ദിവസവും കഴിച്ച് ബാക്കി മാസാവസാനം ഒന്നിച്ചു തരാം. അതുവരെയും കാത്തു നിൽക്കാൻ പറ്റില്ലെങ്കിൽ നടുത്തൊടിയിൽ രാഘവ നാരായണനോട് പറഞ്ഞാൽ മതി. എന്റെ അമ്മാനാ. സകല ദൈവങ്ങൾക്ക് സ്തുതി. ഈ മുഖപ്രസാദം നിങ്ങൾ നിലനിൽക്കട്ടെ. ഗമ പദ നിധ പമ ഗമ പഗ മഗരി സ ഗമ പദ നിധ പമ ഗമ പഗ മഗരി സ സാ നിധ നിധ പദ പമ പാപ സാ നിധ നിധ പദ പമ പാപ ഗമ പദ നിധ പമ ഗമ പഗ മഗരി സ ഗമ പദ നിധ പമ ഗമ പഗ മഗരി സ. കല്യാണമ്പലത്തിന്റെ മഹിമകളെക്കുറിച്ച് തലമുറ തലമുറകളായി പകർന്നു കിട്ടിയ വിശ്വാസം, ആ വിശ്വാസത്തിന്റെ വെളിച്ചം, ആ വെളിച്ചത്തിൽ പരസ്പരം പുൽകാതെ പുൽകിയും മുകരാതെ മുകർന്നു നിന്ന് ഈ ഞാൻ ഇവളെയും ഈ ഇവൾ എന്നെയും സ്വന്തമാക്കുന്ന സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാര മുഹൂർത്തം. എനിക്ക് സാക്ഷി ലാളിച്ചു കൊതി തീരാതെ സ്വർഗം പോകിയ അച്ഛൻ അമ്മ. എനിക്ക് സാക്ഷി അന്തരംഗത്തിൽ ഈ നിമിഷം എരിഞ്ഞു നിൽക്കും 1000 മൺചിരാതുകളും. ശരിക്കും പറഞ്ഞ കഴിഞ്ഞ രാത്രിയിലൊരു സ്വപ്നം തന്നെയായിരുന്നു ഇത്. കണ്ണെത്താത്തത്രയും ദൂരത്തിൽ മണൽ തിട്ടാന്നോ മേഘങ്ങളാന്നോ എന്തോ. ഒരു ഭാഗത്തുനിന്ന് ഞാനും അപ്പുറത്തുനിന്ന് നീയും. ചിറകൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക്, എന്നാലും പറക്കായിരുന്നു എന്നുള്ളൊരു പ്രതീതി. ചിലപ്പോൾ ഈ ജന്മത്തിൽ ഈ നിമിഷം ഇവിടെ കണ്ടുമുട്ടാൻ യുഗങ്ങളിൽ കൂടെയുള്ള നമ്മുടെ യാത്രയായിരിക്കണം അത് സൂചിപ്പിച്ചത്. നോക്കിയപ്പോൾ ആദ്യം ഒന്നും മനസ്സിലായില്ല എവിടെയാണ് നമ്മൾ നിൽക്കുന്നതെന്ന്. പിന്നെ പതുക്കെ വ്യക്തമായി. കല്യാണമ്പലത്തിന് മുമ്പിലായിരുന്നു നമ്മൾ രണ്ടും. കല്യാണമ്പലത്തിൽ മാല മാറ്റിയവർക്ക് ദീർഘായുസ് ഉണ്ടാവത്രേ. ഉണർന്നെണീറ്റപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനൊരു കല്യാണം നാട്ടുകാരും വീട്ടുകാരും ഇല്ലാതെ 8 ദിക്കുകളും ഭൂമിയും മാനവും മാത്രം തുണിയായി നടത്തിയാലോ എന്ന്. നടത്തി. റിയലി ഫാന്റാസ്റ്റിക് മൂവിഡാ. ത്രില്ലിംഗ് ആൾസോ. എനിക്കത് ഒന്നുകൂടെ കാണണം. എനിക്കും കാണണം. ഇന്ന് പോയാലോ? ഏയ് ദിസ് ഓൾസോ ഫാന്റാസ്റ്റിക് ഡാ. എങ്ങനെയുണ്ട്? കീപ് ക്വയറ്റ്. അതെൻ്റെ ഒരു സ്വന്തക്കാരിയാണ്. എടാളിയാ വെറുതെ നമ്പർ ഇറക്കണ്ട കേട്ടോ. ഞങ്ങൾ അറിയാതിനൊക്കെ സ്വന്തക്കാരി. എന്നിട്ട് നിന്നെ കണ്ട ഭാവില്ല. അത് ശരിക്കും എന്നെ കണ്ടിട്ടുണ്ടാവില്ല, അതാ. ഡൂപ്പ് ഇപ്പഴാ ഓർത്തത്. അവൾ എൻ്റെ ഒരു സ്വന്തക്കാരിയാ. ഞാൻ ചെന്ന് ലോയം പറഞ്ഞിട്ട് വരാം. ബാബു കം ബാക്ക്. നന്ദി. 1 മിനിറ്റ് പ്ലീസ്, ഒന്ന് പറഞ്ഞോട്ടെ.
ഗോപൻ വഴിയിൽ അങ്ങോട്ട് മാറി നിൽക്ക്, വെറുതെ കുഴപ്പമുണ്ടാക്കാതെ. നളിനി, ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് പ്ലീസ്. ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമായതുകൊണ്ടാണ്. നിനക്ക് കുഴപ്പമുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ അവരുടെ അടുത്ത് നീ എന്റെ സ്വന്തക്കാരിയാന്ന് പറഞ്ഞത്. വാ, ബൈക്കിൽ കയറ്. കുറച്ച് അപ്പുറത്തോണ്ട് വിട്ടേക്കാം, പിന്നെ നിന്റെ പാട്ട് പോയിക്കോ. ഒരു അഡ്ജസ്റ്റ്മെന്റ്. ഇത്രയും നേരം നേർവഴിക്കായിരുന്നു, ഇവിടുന്ന് അങ്ങോട്ട് കഥ മാറും. ഗോപനാ പറയണേ, മൈൻഡ് ഇറ്റ്. ആന്റി, എനിക്ക് അവളെ കല്യാണം കഴിക്കണം. ആരെ? ഇവിടുത്തെ ആ സർപ്പസന്തതിയെ. നീ എന്താ വല്ലാണ്ടിരിക്കുന്നത്? വാ, അകത്തേക്ക് കയറിയിരിക്കെ. വാ. എന്താ ഉണ്ടായത് പറയേ. നടു റോഡിൽ അത്രയും ഫ്രണ്ട്സിന്റെ മുന്നിൽ വെച്ചിട്ട് അവളെന്നെ ഇൻസൾട്ട് ചെയ്തു. അതിനാ കല്യാണം? ആന്റി, ഗോപന്റെ വാശി ആന്റിക്ക് അറിയാഞ്ഞിട്ടാ. എനിക്ക് അവളെ വേണം. എന്നിട്ട് വേണം ഇഞ്ചിഞ്ചായിട്ട് എനിക്കിന്നുണ്ടായ അവമാനത്തിനെല്ലാം എനിക്ക് അവളോട് പകരം ചോദിക്കാൻ. അതിനിത് ആലോചിക്കാവുന്ന കാര്യല്ലേ ഉള്ളൂ. നീ കിടന്ന് അട്ടഹസിക്കണ്ട. അതുപോട്ടെ, അവസാനം ഈ ഞാൻ കരിവേപ്പിലായി പോവോന്നാ. നെവർ. ഓൾഡ് ഈസ് ഗോൾഡ്. ഒരു വഴിക്കൊരു സന്തോഷം വരുമ്പോ ഇപ്പുറത്ത് ഇങ്ങനെയൊരു എൻ്റെ അടുത്ത് ചീറ്റിട്ടാ പോയത്. വീട്ടിലാണെങ്കിൽ ഇളമയുണ്ടാവും അവന് സപ്പോർട്ടിന്. നളിനി, ഗോപൻ അവൻ്റെ ഒരു ആഗ്രഹം പറയായിരുന്നു, അവന് നിന്നെ കല്യാണം കഴിക്കണമെന്ന്. അവനാണെങ്കിൽ സ്വത്തുമുണ്ട്, പഠിപ്പുമുണ്ട്, നല്ല ആരോഗ്യമുണ്ട്. നിനക്കും ഇപ്പോൾ ജോലിയായി. ഇനി സംബന്ധക്കാരും ചിന്തിച്ചാൽ എന്താ കുഴപ്പം? ഒരുത്തി ഇവിടെ നിന്ന് ഇങ്ങനെ എന്തൊക്കെയാ ചിലക്കുന്നുണ്ട്. നീ നിന്റെ പാട്ടങ്ങ് പോയാ? എൻ്റെ കല്യാണം ഇന്നോ ഇന്നലെ നിശ്ചയിച്ചൊന്നും അല്ലല്ലോ ഇളയമേ. നിങ്ങൾക്കത് നന്നായിട്ട് അറിയുകയും ചെയ്യാം. എന്തറിയാന്നാ? ആര് നിശ്ചയിച്ചു നിന്റെ കല്യാണം? എനിക്ക് വേണ്ടപ്പെട്ടവര്. ആ വേണ്ടപ്പെട്ടവരല്ലോ നിന്നെ ഇപ്പൊ തീറ്റിപ്പോറ്റുന്നത്. എടി, വായാലാരോ എന്തോ എപ്പോഴോ പറഞ്ഞു വെച്ച് അതെങ്ങനെ നിശ്ചയാവുന്നത്? അല്ലാണ്ടൊരു കല്യാണം എനിക്ക് വേണ്ട. എന്നെ എൻ്റെ പാട്ടിന് ജീവിക്കാൻ വിട്ടാൽ മതി. എന്താ എനിക്കൊരു കുഴപ്പം? അതൊന്നും അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. നീ എന്തിനാ വേവലാതിപ്പെടുന്നേ? ഞാൻ ജീവനോടുണ്ടെങ്കിൽ നിനക്ക് ഇത് നടത്തി തരും, പോരെ? നിനക്ക് ജോലിയായിട്ട് വേണ്ടല്ലോ ഇവിടെ ആർക്കും കഞ്ഞി കുടിക്കാൻ. ജാതകദോഷം പറഞ്ഞ് ഇത്രയും കാലം തള്ളി. അതിന് പരിഹാരം ഉണ്ടായ സ്ഥിതിക്ക് ആ പെണ്ണെ ഇനി അവിടെ നിറയിക്കാൻ വിടാണ്ട് ഇങ്ങോട്ട് കൂട്ടിയിട്ട് വരിക. കഴിയുന്നത്ര വേഗം അതങ്ങോട്ട് നടത്തണം. അച്ഛാ, കണ്ടില്ലേ മുഖത്തെ കള്ള ലക്ഷണം? ജോലി കീഴിന്നെല്ലാം വെറുതെ പറയണതാ. അച്ഛനിത് പറയാൻ കാത്തിരിക്കുകയായിരുന്നു. ഒന്നുമില്ല, ഒരു പരിചയപ്പെടല്ലേ, അത്രേ ഉള്ളൂ. ഉണ്ണികൃഷ്ണനാരല്ലേ? ഞാൻ ഗോപാലകൃഷ്ണൻ, വെറും ഗോപാലകൃഷ്ണൻ. പാലില്ലാഞ്ഞിട്ടല്ല, വേണ്ടാന്ന് വെച്ചിട്ടാ. അറിയാം, ഗോപൻ. ആ, അത് ചുരുക്കി തന്നെ പറയാം. ഉണ്ണികൃഷ്ണനാരെ, ഈ ആമുറ ഈമുറ എന്നൊക്കെ പറയുന്നത് ഒരു പഴഞ്ഞൻ ഏർപ്പാടാ. കോണവും എടുത്ത് നടക്കുന്ന പിള്ളേരെ പിടിച്ച് അച്ഛനമ്മമാർ അങ്ങനെ പലതും പറഞ്ഞു തിരിക്കും. അത് നിന്റെ ഉണ്ണിയാ, ഇത് നിന്റെ നളിനിയാ എന്നൊക്കെ. എന്നും വെച്ച് മതിയുടെ വാചകം. നിന്നെ കണ്ട ചുരുക്കാതെ കുറെ പറയാൻ നിൽക്കായിരുന്നു ഞാൻ. അതിനു മുമ്പ് നീ കയറി ഹെഡ് ചെയ്ത് കളഞ്ഞു. എടോ നീ എന്നൊക്കെ വിളിക്കുന്നവനെ വന്ന രൂപത്തിൽ തിരിച്ചയച്ച പരിചയമില്ല ഈ ഗോപന്. പരിചയമില്ലാത്തൊക്കെ അനുഭവിപ്പിച്ച് വിടാൻ തന്നെയാടാ ഞാൻ നിൽക്കണേ. രണ്ടടി ഇങ്ങോട്ട് കിട്ടിയാ 10 അടി അങ്ങോട്ടടിക്കും. അതാ ഗോപൻ. മൈൻഡ് ഇറ്റ്. എന്താടാ മൈൻഡ് ഇറ്റാ നിന്റെ? നോക്കിക്കോടാ, ഗോപൻ ഒരാണാണെങ്കിൽ എണ്ണിക്കൊണ്ട് 30 ദിവസത്തിനകം നിന്റെ ആ മുറപ്പെണ്ണില്ലേ സംഗീതാധ്യാപിക, അവളെ കൊണ്ട് ഞാൻ എന്റെ വടക്കേ തളം തൂപ്പിക്കും.
രഘുവിന്റെ അമ്മ ഒന്ന് അവിടോളം വരാൻ പറഞ്ഞു അച്ഛൻ. എന്തിനാ ആവോ എനിക്കറിഞ്ഞൂടാ. ഈ പടി ഇങ്ങോട്ടും ആ പടി അങ്ങോട്ടും ചവിട്ടാത്തവർക്കിടയില് ഇപ്പൊ എന്താ പുതുതായിട്ട് മുളച്ചുണ്ടായ ഒരു പറ്റും പാശോ? വിളിക്കുന്നിടത്തൊക്കെ ഇറങ്ങി വരാനും വന്ന് റാൻ മുളാനും നിൽക്കുകയല്ല. ഞാൻ ആരോടൊക്കെയാന്ന് വെച്ചാ പറഞ്ഞേക്ക്. ഹപ്പ ഇത് നല്ല കൂത്ത്. ഞാനെന്തോ ആയമ്മയുടെ ഓശാനം തിന്നാൻ പോയതുപോലെ. മുറുമുറുപ്പ് കേൾക്കാൻ എനിക്കെന്താ ഇപ്പൊ തലയിലെടുത്ത്? കേറേണ്ടടുത്ത് കയറണേലും ഇറങ്ങേണ്ടടുത്ത് ഇറങ്ങണേലും തെറ്റൊന്നുമില്ലെന്ന എന്റെ വിശ്വാസം. ദാ ഞാൻ തന്നെ ഇറങ്ങി വന്നിരിക്കണു. ഉണ്ണിയുടെ കല്യാണം തന്നെയാ വിഷയം. ഞാനെന്താ അതിന് ദേഹണ്ണത്തിന് വരണോ? ദേഹണ്ണത്തിന് വരണവരുടെ സ്ഥാനാണ് ഈ വിഷയത്തില് സ്വയം കൽപ്പിച്ചിരിക്കുന്നെങ്കിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് ചോദിക്കാനോ പറയാനോ വേറൊന്നുമില്ല. എന്നാ സ്ഥാനം അതല്ല എന്ന ചുറ്റുപുറത്തുള്ളവരുടെ ധാരണ എന്റെയും ധാരണ. പുത്രനെ തളയ്ക്കാനൊരു കുറ്റി തേടുമ്പോഴേ എന്റെ സ്ഥാനത്തെക്കുറിച്ച് ഇപ്പറയണ ഭൂതോദയൊക്കെ ഉണ്ടായുള്ളൂ. പറയിപ്പിക്കണ്ട എന്നെ കൊണ്ടൊന്നും. രണ്ടും കൂടെ കാട്ടിലും പറപ്പിലും തെണ്ടിത്തിരിയണത് എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടും ഞാൻ പത്തിയും മടക്കി കിടന്നത് ഇതുകൊണ്ട് തന്നെയാ. എന്നെ കുടുംബത്തിൽ കയറ്റാണ്ടിരിക്കാൻ തട്ടും തടയും പയറ്റി തെളിഞ്ഞ മനുഷ്യരെല്ലാം വരും ഒരു ദിവസം എന്റെ പടിയും കയറിയിട്ടെന്ന് അറിയില്ല എനിക്ക്. പശു തൊടിക്ക് പുറത്താണെങ്കിലും കയറിപ്പോഴും എന്റെ കൈ തന്നെയാ. വച്ചോളൂ, മുറുക്ക പിടിച്ചോളൂ. എന്റെ ഈ ഒരു ദിവസത്തെ യോഗത്തില് ബ്രഹ്മാവ് എഴുതി വെച്ചിട്ടുണ്ടാവും. ഓയാലി കൂടെ കയറി പടിഞ്ഞാറ്റകം ഭരിക്കണ അലവലാദികളുടെ വായി കിടക്കണ വാങ്ങിക്കൊടണമെന്ന്. വീടാണ്ടിരിക്കാൻ പറ്റുമോ? വന്നു വീടി ദാ പോണു. കയറും കണ്ടിച്ച് പശുവിനെ തൊടിമാറ്റി കൊണ്ടുപോവാൻ ഞാൻ എന്റെ നിലയും വിലയും ഇച്ചിരി മറക്കണായിരിക്കും. വേണ്ടില്ല, മറക്കാണ്ട് വന്നോളൂ ദേഹണ്ണത്തിന്. മതി കളിച്ചത്, വാ പോവാം. മധു മധു നാളെ വരുമ്പോ കളർ പെൻസിൽ കൊണ്ടുവരണേ. നളിനി, നിന്റെ അമ്മാവൻ വന്നിരുന്നു കല്യാണക്കാര്യം സംസാരിക്കാൻ. എന്നാ എത്ര കൊല്ലായിട്ടുള്ള വിരോധാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ള വിഷമത്തില് ഞാൻ എന്തെല്ലാമോ പറഞ്ഞുപോയി. പിന്നെ ആലോചിച്ചത് ഞാൻ നിനക്ക് ആകെ കൂടിയിട്ടുള്ള രക്തബന്ധം. നിന്നെ നന്നായിട്ട് നോക്കാനും പോറ്റാനും അവരെന്നില്ലേ നല്ലതെന്ന്. അല്ലെങ്കിലും നീ ഞാൻ തെളിക്കണ വഴിക്ക് നടക്കില്ല എന്ന് ഉറപ്പായി. നടക്കണ വഴിക്ക് തെളിക്കാന്ന് ഞാനും നിശ്ചയിച്ചു. അതിനി ആരൊക്കെ എന്തൊക്കെ പറയുമോ എന്തോ. രണ്ടാനമ്മയായി പോയില്ലേ. നല്ലത് വിചാരിച്ച് ചെയ്താലും ചീത്തപ്പേരലേ ഉണ്ടാവുള്ളൂ. അതെന്റെ വിധി. നിശ്ചയം ഇവിടെ തന്നെ നടത്താം. എന്തൊക്കെയാന്ന് വെച്ചാൽ ചെയ്തോളാൻ പറ അമ്മാനോട്. ഇനി വരന്റെ ജാഥ അങ്ങോട്ട് കൊടുക്കുക. ലീലാവതിനെ ഇതുവരെയും കണ്ടില്ലല്ലോ. ഇപ്പൊ പിന്നാലെ വരുന്ന പറഞ്ഞതാ. നീ പാല് കുടിക്കേ. നിങ്ങൾ ഇരിക്കേ, ഞാൻ അടുക്കളയിലേക്ക് ഒന്ന് പോയിട്ട് വരാം. ഇതുവരെ ഇല്ലാത്തൊരു സ്നേഹം. ജാതക പൊരുത്തമൊക്കെ സ്ഥിതിക്ക് ഇനി തീയതി അങ്ങോട്ട് കുടിക്കാം. മുഹൂർത്തമുള്ള ദിവസങ്ങൾ നോക്കി ഇങ്ങോട്ട് പറയാച്ചാൽ എപ്പോഴത്തേക്കാ വേണ്ടത് തീരുമാനിക്കാം. ശരിക്ക് പറഞ്ഞ ഇളയമ്മന്നെയാണോ ഇതൊക്കെ ചെയ്യണമെന്ന് പറയണമെന്ന് എനിക്ക് വിശ്വാസം വരണില്ല. ഭൂലോകത്ത് അങ്ങനെ ചില മഹാത്ഭുതങ്ങൾ നടക്കുമായിരിക്കും. ഏതായാലും 20-നും 30-നും ഇടയിലായാലും നന്നായിരിക്കും. ആ വഴിക്ക് നോക്കണതിന് മുമ്പ് പെണ്ണിന് ആ ദിവസങ്ങളിൽ എന്തെങ്കിലും തൊട്ടുകൂടായികയോ അങ്ങനെ എന്തെങ്കിലും. അല്ല, അതുകൂടെ നോക്കണമല്ലോ. 25-ാം തീയതി 10-നും 10:45 ഇടയിൽ സർവ്വവിധത്തിലും ശുഭമായ ഒരു മുഹൂർത്തമുണ്ട്. എന്നാ അന്ന് തന്നെ ആവാം.
ഒരു കാലമീ മണ്ണും ഞാനും തമ്മിലലിഞ്ഞു ചേരും ഒന്നായി ഒഴിഞ്ഞു വീണ സ്മരണകൾ മാത്രം വിണ്ണിൽ ബാക്കിയാകും. ഒരു കാലമീ മണ്ണും ഞാനും തമ്മിലലിഞ്ഞു ചേരും ഒന്നായി കൊഴിഞ്ഞു വീണ സ്മരണകൾ മാത്രം വിണ്ണിൽ ബാക്കിയാകും. പലതും മോഹിച്ചൊരീ ദേഹം മണ്ണിൻ മയമായി മാറും. പലതും മോഹിച്ചൊരീ ദേഹം മണ്ണിൻ മയമായി മാറും. ശാശ്വതമെന്ന് കരുതിയതെല്ലാം ഒരു പിടി മണ്ണിൽ അലിഞ്ഞു ചേരും. ഒരു കാലമീ മണ്ണും ഞാനും തമ്മിലലിഞ്ഞു ചേരും ഒന്നായി കൊഴിഞ്ഞു വീണ സ്മരണകൾ മാത്രം വിണ്ണിൽ ബാക്കിയാകും. എന്നാളുമെന്നാളുമെന്നാത്മം ശാശ്വത തേടി വിടലയും. ഈ മണ്ണിൽ ഈ വിണ്ണിൽ മനഃശാന്തി തേടി അലഞ്ഞിടും. ഒരു കാലമീ മണ്ണും ഞാനും തമ്മിലലിഞ്ഞു ചേരും ഒന്നായി കൊഴിഞ്ഞു വീണ സ്മരണകൾ മാത്രം വിണ്ണിൽ ബാക്കിയാകും. കൊന്നതാണ് ഉണ്ണേട്ടനെ കൊന്നതാണ്. എന്റെ ഉണ്ണേട്ടനെ കൊന്നതാണ്. എന്റെ ഉണ്ണേട്ടനെ കൊന്നതാണ്. കല്യാണമ്പലത്തിലെ പരദൈവങ്ങൾക്കായില്ലല്ലോ രക്ഷിച്ച് പണ്ട് ആമ്പൽമാലയിട്ട ഈ കഴുത്തിലൊരു പൊന്നൂടെ കെട്ടിക്കാൻ.
നഷ്ടം എന്റെയും കൂടി ആണെങ്കിലും നീ ചെയ്തത് വലിയ കടുങ്കയായിപ്പോയി മോളെ. ഉണ്ണി പോയി എന്നുള്ള വേദനയെക്കാളും നിന്റെ ഈ കോലമാണ് എന്റെ ചങ്ക് പൊട്ടിക്കുന്നത്. എന്റെ ഉണ്ണിയേട്ടനെ കൊന്നവരോട് പക വീട്ടാൻ വേറെന്താ അമ്മാവ് എനിക്ക് ചെയ്യാൻ കഴിയാ? വീൺവാക്ക് എന്തിനാ മോളെ? വണ്ടി എടുത്തിട്ട് പോകുമ്പോ അങ്ങനെ ഒരു അപകടം ഉണ്ടായതിന് വിധിയുടെ മേലല്ലാതെ വേറെ ആരുടെ മേലിലാ പഴിയാരാൻ പറ്റുക? പ്രാഗെ കൊന്നു, കൂടോത്രം ചെയ്ത് കൊന്നു, 4 ആളെടുത്ത് പറഞ്ഞു ഫലിപ്പിക്കാൻ വയ്ക്കുവോ? അങ്ങനെയല്ല അമ്മാവ്, അത് വേറെ എങ്ങനെയാന്ന് എനിക്ക് പറയാനും അറിയില്ല. എന്നാലും എന്റെ മനസ്സിന്റെ ഉള്ളില് അങ്ങുള്ളിൽ എവിടെ ഇരുന്നിട്ട് ചിലപ്പോ ഉണ്ണിയേട്ടൻ തന്നെയാ തോന്നുന്നുണ്ട് പറയണത് കൊന്നതാണെന്ന്. കരേണ്ട അടുത്ത് കരയണ്ട. ഇതെങ്ങനെ? അതാ ആ മഞ്ഞെടുത്തേ. ഇതായാലോ? നിനക്കേതാ ഇഷ്ടം? ആദ്യം കുട്ടിച്ചായന്റെ ഇഷ്ടം പറ. അത് വേണ്ട, അത് നിന്റെ പതിവ് വേലയാ. എനിക്ക് ഇതാ ഇഷ്ടം എന്ന് പറഞ്ഞാൽ നിനക്ക് അതാവും ഇഷ്ടം. അവസാനം ഞാൻ രണ്ടിനും ഇവനെ വിടേണ്ടി വരും. വേല കൈയിരിക്കട്ടെ. അതല്ല, ഈ വൈറ്റ് ആണോ? നെക്സ്റ്റ് അതല്ല. സുഗതൻ എടാ ഓസി തോമാച്ച. ഓസി തോമാച്ച. പഠിക്കുന്ന കാലത്ത് 3 കൊല്ലം ഒന്ന് കരഞ്ഞാ മറ്റതും കരയും, ഒന്നിന് പനിച്ചാൽ മറ്റേനും പനിക്കും. ശരിക്കും ട്വിൻസിനെ പോലായിരുന്നു. പരീക്ഷ കഴിഞ്ഞപ്പോൾ തെന്നി രണ്ടും വെവ്വേറെ വഴിക്ക് പോയി എന്നുള്ള സത്യം. ഓസിന്റെ ആശാനായിരുന്നു അപ്പോഴെല്ലാം, സോപ്പ് മുതൽ കഞ്ചാവ് ബീഡി വരെ. എടോ താനേ ഈ ലോങ് പാസ് സീക്രട്സ് ഒക്കെ എതിർപക്ഷത്തിന് കൈമാറിയാൽ എങ്ങനെ? അതെന്താ എതിർപക്ഷം? കർത്താവ് യോജിപ്പിച്ചവര് എന്നല്ലേ പറയാ നിങ്ങൾ ഇതില്? അപ്പോ ഐക്യമുന്നണിയല്ലേ? താനിപ്പോഴും ഏകവചനം? അസലായിട്ടുണ്ട്. ആരാ പ്രിപ്പറേഷൻ ഒക്കെ? സെൽഫ്? അതെ അതെ അതെ. എടാ സുഗത, വെറുതെ ഡമ്പടിക്കുക. ഒക്കെ ത്രേസ്യാമ്മയുടെ ഏർപ്പാടാ. എവള് വെച്ചാ ഒന്നിന് ഉപ്പുണ്ടേ മുള ഉണ്ടാവത്തില്ല, മുള ഉണ്ടേ ഉപ്പും ഉണ്ടാവത്തില്ല. സാരമില്ല ആലീസേ, ഇത് എല്ലാ ഭർത്താക്കന്മാരും പറയാറുള്ള സ്ഥിരം നുണയാ. നിന്റെ ദുഃഖാടനത്തിൽ ചേരാൻ ഒരു കല്ല് ഞാനും ഇട്ടു, അത്ര തന്നെ. ശവത്തിൽ കുത്തണ്ട. ഇതുപോലൊരു വലിയ കല്ല് തന്നെയാ എന്റെ ജീവിതം ഇങ്ങനെ നശിപ്പിച്ച് നാനാവിധാക്കിയത്. അറിയാം എനിക്ക് നന്നായി. ഇപ്പൊ പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ ദ്രോഹിക്കാൻ വരണത്? എനിക്ക് മനസ്സിലാവാൻ ചോദിക്കുക, ഞാൻ എന്ത് ദ്രോഹം ചെയ്യുന്ന നീ പറയണേ? ഇല്ല, ചെയ്തില്ല. ചെയ്തതെല്ലാം നല്ലത് തന്നെ. അതുകൊണ്ടാണല്ലോ എനിക്ക് എപ്പോഴും ഇങ്ങനെ ഞാൻ സ്നേഹിച്ച ആളുടെ സാന്നിധ്യം ചൂടി നിൽക്കാൻ കഴിയണേ. ഇതാ ഇതില് നന്ദിയുണ്ട്. നന്ദി. പോ. കുറെ അതിൽ കിടക്കണുണ്ട് നിന്റെ ഈ പ്രസംഗം. ഇതൊന്നും എന്റെ വാശി തണുപ്പിക്കുകയല്ല ചെയ്യണത്, കൂട്ടുക. നിന്റെ ഈ സന്യാസി തുണിന്റെ ഉള്ളിൽ നിന്ന് നിന്നെ വലിച്ച് പുറത്തെടുത്ത് സ്വന്തമാക്കാൻ കഴിയുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നിന്റെ ഈ ഭൂലോകത്തില്ലാത്ത സൗന്ദര്യം കണ്ടിട്ടുമല്ല, അതും പറഞ്ഞേക്കാം. ഗോപന് തോൽവി ഇഷ്ടമല്ല, അതുകൊണ്ടാ. വരട്ടേടി രമ്പേ. ട്രാൻസ്ഫറായി ഇങ്ങോട്ട് വരുമ്പോഴും നീ ഇവിടെങ്ങാനും ഉണ്ടാവും എന്നുള്ള ചിന്ത പോലും യോജിച്ചിരുന്നില്ല. നിന്നെ കണ്ടുമുട്ടിയത് കൊണ്ട് ഒറ്റയ്ക്കല്ല എന്നുള്ള സന്തോഷമായി. ഇങ്ങനൊരു വീട് കിട്ടി, ഹോട്ടൽ മുറിക്ക് പൈസ കൊടുത്ത് മുടി കണ്ടു ഒത്തു. ആ വഴിക്കുണ്ടായ ലാഭം
ദേ ഈ വഴിക്ക് പോകും. രണ്ടു ദിവസത്തെ പരിചയം കൂടിയായാൽ നമ്മുടെ ശ്രീമതി തന്നെ ഉപദേശിക്കും എന്റെ കൂടെ കമ്പനി കൂടിയാൽ പോക്കാണെന്ന്. Cheers for the past memories. നീ എന്തേ കാണിച്ചേ? ഒക്കെ നശിപ്പിച്ചല്ലോടാ നീ. പാസ്റ്റ് മെമ്മറീസ്. കഴിഞ്ഞതൊക്കെ ഓർക്കാൻ വേണ്ടിയായിരുന്നെങ്കിൽ തോമച്ച ഞാനിത് കൈകൊണ്ടുകൂടെ തൊടില്ലായിരുന്നു. ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുകയല്ല. ആ 3 കൊല്ലം അതിനപ്പുറത്തെ സുഖത്തിനെ നീ അറിയില്ലല്ലോ, അതുകൊണ്ടാ. പ്ലീസ് ഇന്നിനി ഈ രാത്രി മുഴുവൻ നിനക്കറിയാലോ ഞാൻ എന്തുമാത്രം സെൻസിറ്റീവ് ആണെന്ന്, ആ ഒരു കാര്യത്തിൽ എത്രമാത്രം വഷളാണെന്നും. പ്ലീസ് ലീവ് മീ അലോൺ. It's all right. All right. സ്കൂളിലും പോണില്ല, ആ ക്രിസ്ത്യാനിക്കുട്ടിനെ പഠിപ്പിക്കാനും പോണില്ല എന്ന് കേട്ടു. എനിക്ക് നീ എന്താന്നും നിനക്ക് ഞാൻ എന്താന്നും പല ആവർത്തി ചൊല്ലിയുറപ്പിച്ച കാര്യങ്ങളാ. ഇനിയൊന്നും ആവർത്തിക്കാതെ വിളിപ്പിച്ച കാര്യം പറയാം. ഒരക്ഷരം ഇങ്ങോട്ട് പറയണ്ട, രണ്ടും നീ മുടക്കരുത്. പോയിക്കൊള്ളൂ. സ്നേഹം കൊണ്ട് ഞാൻ അടിച്ച അടിയെല്ലാം തന്നെയും സന്തോഷമായിട്ട് കൊണ്ടിട്ടേ ഉള്ളൂ അവള്. അവള് പോവും കുട്ടുന്നവരെ പഠിപ്പിക്കാൻ. ഹലോ ടീച്ചർ. ഹലോ. എന്താ ടീച്ചർ ഇങ്ങനെ ഒരു വേഷം? ആഴ്ചപ്പതിപ്പുകൾ കെട്ടായിട്ട് വായിച്ചു തെളിയന്റെ കുഴപ്പ ടീച്ചർ ഇതെല്ലാം. ഇക്കാലത്ത് ഇമ്മാതിരി പിത്തലാട്ടല്ല നമ്മൾ നേരായിട്ട് കാട്ടിയാൽ ആരും വിശ്വസിക്കാൻ പോണില്ല. പിന്നെ എന്തിനാത് വലിച്ചു കള ടീച്ചറെ ഈ പുണ്യാളത്തി വേഷം. എന്റെ കെട്ടിയൻ പെട്ടെന്ന് അങ്ങ് ചത്തുവാണെങ്കിൽ എന്റെ അമ്മയാണ് സത്യം. ഞാൻ അടുത്ത ആഴ്ചയിൽ തന്നെ 2ാമത്തിന് ക്ഷണക്ക തടിപ്പിക്കും. അത് ടീച്ചർ ഇതുവരെയും കല്യാണം കഴിക്കാത്തോണ്ട് പറയുക. ഒന്നുമല്ല, ഞാൻ എപ്പോഴും തന്നെ പറയും. ഇരിക്കട്ടടി അങ്ങനെ ഒരു ഫാഷൻ. വെയിറ്റ് ആൻഡ് വെയിറ്റ്. എനിക്കതൊന്നല്ല പേടി. ഇക്കണക്കിന് ഇനി ടീച്ചർ പിള്ളേർക്ക് സാരികമ പതനിന്ന് പാടിക്കൊടുക്കുന്നതിന് പകരം സാരി വെള്ളം മതിയെന്ന് പറഞ്ഞു കൊടുക്കുന്ന. ഞങ്ങൾ വെറുതെ തമാശ പറഞ്ഞതല്ലേ. ഗഗ പാപ ഗപ സാ സാ ഗഗ പാപ ഗപ സാ സാ രി സ ദ ദ പ ധ പ ഗ ഗ രി രി സ ദ ദ പ ധ പ ഗ ഗ രി. അമ്മാവനെ അനുസരിക്കാണ്ടിരിക്കാൻ എനിക്ക് കഴിയില്ല. എന്നാൽ ഇതെല്ലാം കാണുമ്പോൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുക എന്ന് വെച്ചാൽ മനുഷ്യർക്കതൊരു രസമാണെന്ന് തോന്നുന്നു. Da pa ma
നമ്മുടെ നാട്ടിൽ നട്ടു വളർത്തുന്ന ഒരു ഫലവൃക്ഷമാണ്. കോപ്പി എടുത്ത് പഠിപ്പിക്കുന്നുണ്ടോ? മമ്മി ടീച്ചറോട് ഒരു പാട്ട് പാടാൻ പറയും മമ്മി. അതിനെന്തിനാ എന്റെ വക്കാലത്ത്? നിന്റെ ടീച്ചറല്ലേ, നീ തന്നെ പറ. ടീച്ചർ ഒരു പാട്ട് പാടോ? അയ്യോ ഇന്ന് വേണ്ട ചേച്ചി, ആകെ ഒച്ചയടച്ച് വല്ലാണ്ടിരിക്കുക. അതിനെന്താ, ഇവള് ഞാനും അല്ലേ ഓഡിയൻസ്. പാടു ടീച്ചർ. പാട്. സ്നേഹത്തിൻ തുളസി പൂക്കളെന്റെ വാർമുടിക്കെട്ടിൽ തിരുകി വെച്ചു. ദുഃഖമെല്ലാം എനിക്കായി തന്നു നീ എങ്ങു പോയി. സ്നേഹത്തിൻ തുളസി പൂക്കളെന്റെ വാർമുടിക്കെട്ടിൽ തിരുകി വെച്ചു. ദുഃഖമെല്ലാം എനിക്കായി തന്നു നീ എങ്ങു പോയി. കടൽത്തീരമണത്തുരുത്തിൽ കഥ പറഞ്ഞിരുന്ന കാലങ്ങൾ. കടൽത്തീരമണത്തുരുത്തിൽ കഥ പറഞ്ഞിരുന്ന കാലങ്ങൾ. ഓർമ്മ തൻ നിഴലായി മരിക്കുവോളം പിന്തുടർന്നിടും എന്നെ. സ്നേഹത്തിൻ തുളസി പൂക്കളെന്റെ വാർമുടിക്കെട്ടിൽ തിരുകി വെച്ചു. ദുഃഖമെല്ലാം എനിക്കായി തന്നു നീ എങ്ങു മറക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓടിയത്. ഇക്കണ്ട ഓട്ടം എല്ലാം ഓടിയത്. നിന്റെ ഓർമ്മകൾ ചുറ്റിക്കളിക്കുന്ന നാടും വീടും എല്ലാം വിട്ട് ഞാൻ ഓടിയത്. എന്നിട്ട് നീ ഇപ്പോഴും എൻ്റെ കൂടെ തന്നെ. സ്നേഹം കൊണ്ട് തന്നെയാ, അറിയാം എനിക്ക്. ഞാൻ ഒളിക്കാൻ നോക്കുന്നതും തെറ്റ് തന്നെയാ, അതും അറിയാം. എന്നാലും കുറെ കൂടുതൽ തന്നെയാ നീ തരുന്ന ശിക്ഷ. എന്താടോ സുഗത, എന്താ പറ്റിയത് നീ? നളിനിയുടെ ഫോട്ടോ തന്റെ ആൽബത്തിൽ എങ്ങനെ വന്നു? കോളേജിലെ നേരം കൊല്ലി പ്രേമങ്ങളെല്ലാം നിനക്കറിയുന്ന കഥ. അതിനുശേഷം നമ്മൾ തമ്മിൽ പിരിഞ്ഞതിന് ശേഷം ഇങ്ങനെ പോരാ, ഒന്ന് സെറ്റിലാവണം. അപ്പോൾ നന്മയിലും തിന്മയിലും സുഖത്തിലും ദുഃഖത്തിലും ഒക്കത്തിലും കൂടെ നിൽക്കാൻ ഒരു പെൺതുണ വേണമെന്ന് തോന്നിയപ്പോൾ ഇവളെയാ ഞാൻ തിരഞ്ഞെടുത്തത്. അവളുടെ സ്നേഹത്തിൻ്റെ ആഴം കണ്ട് ഞാൻ വീർപ്പുമുട്ടി.
ഞാനതിൻ്റെ രാജാവായി. കിരീടമില്ലാത്ത രാജാവ്. ലാ 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 പാടുവാൻ മറന്നുപോയി സ്വരങ്ങളാമൻ കൂട്ടുകാർ. സ്വരമുതിരും ഈ മണിവീണതൻ തന്ത്രികളെല്ലാം തുരുമ്പിച്ചു പോയി. അപസ്വരമുതിരും ഈ മണിവീണതൻ തന്ത്രികളെല്ലാം തുരുമ്പിച്ചു പോയി. അറിയാതെ വിരൽത്തുമ്പാൽ മീട്ടുമ്പോൾ ഉയരും ഗദ്ഗദനാദമാർക്കു കേൾക്കാം. പാടുവാൻ മറന്നു പോയി സ്വരങ്ങളാമിൻ കൂട്ടുകാർ എങ്ങോ എങ്ങോ പോയി മറഞ്ഞു. എങ്കിലും വെറുതെ പാടുന്നു ഞാൻ. എങ്കിലും വെറുതെ പാടുന്നു ഞാൻ. കരളിൽ വിതുമ്പുമെൻ മൗനംബരം ശ്രുതിയായി. എങ്കിലും വെറുതെ പാടുന്നു ഞാൻ. കരളിൽ വിതുമ്പുമെൻ മൗനംബരം
ഞങ്ങളുടെ അതിര് കടന്ന സ്നേഹം ദൈവങ്ങൾക്ക് കൂടി രസിച്ചില്ലാന്ന് തോന്നുന്നു. കല്യാണത്തിനപ്പോ 2 ദിവസം കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ഭാഗത്ത് പന്തൽ പണി, ഇപ്പുറത്ത് പിച്ചള വിളക്കുകൾ തേച്ചു നിൽക്കുന്ന ബാല്യക്കാർക്കരിയിൽ നിൽക്കുകയായിരുന്നു ഞാൻ. അപ്പോഴാണ് ആരോ എന്ന് പറഞ്ഞത്, അമ്പലവളപ്പിൽ ചിത്രോടക്കല്ലിനരികിലെ നടവഴിയിൽ വെച്ച് എൻ്റെ മിനിയെ പാമ്പ് കടിച്ചു. സന്ധ്യയ്ക്ക് ഈ കൈകളിൽ കിടന്ന് അവൾ പിടഞ്ഞു പിടഞ്ഞ് മരിച്ചു. എല്ലാം മറക്കാൻ വേണ്ടിയിട്ടാണ് ഒരിടം വിട്ട് ഒരിടത്തേക്ക് ഓടി ഓടി അവസാനം കിടത്തിയത്. എന്നാൽ ഇന്ന് മേരയുടെ പാട്ട് ടീച്ചറെ കണ്ടപ്പോൾ എൻ്റെ മിനി ചിതയെന്ന് ചാമ്പലം തട്ടി എണീറ്റ് വന്ന് മുന്നിൽ നിന്നാണെന്ന് തോന്നിപ്പോയി. എനിക്ക് ഭ്രാന്ത് പിടിക്കും തമാശ പിടിക്കും. ഇത്രയും കേട്ടപ്പോൾ അവളുടെ കഥ ഞാനും പറഞ്ഞു. രണ്ടും ഒരേ തുണിയിലാണെന്ന സത്യം സുഗതൻ എങ്ങനെ എടുത്തു എന്തോ. സുഗതനോ? ഞാൻ പോവാ തോമാച്ച. താനകത്തുവാ ഇരിക്കെ. ഇനി പറ, എങ്ങോട്ട് പോകുന്നു? എനിക്കറിയില്ല. ട്രാൻസ്ഫർ കിട്ടുമെന്ന് നോക്കണം. പെട്ടെന്ന് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ജോലി വേണ്ടെന്ന് വെക്കണം. എടാ ചെറ്റ സുഖപ്പാ, താൻ എന്നെ പഴയ ഓസു തോമാച്ചാന്ന് വിളിച്ചു. ആ ഒരു ഇക്വേഷൻ വന്നാലേ തന്നെ ഉറക്ക 4 തെറി പറയാൻ കഴിയുള്ളൂ. തന്റെ ഈ സെന്റിമെന്റ്സും മണ്ണാങ്കട്ടയൊന്നും മറ്റാർക്കും ഇല്ലെന്നാണ് കരുതിയത്. തനിക്കേ ഹൃദയമുള്ളൂ, മറ്റുള്ളവർക്കൊക്കെ അതിന്റെ സ്ഥാനത്ത് കരിങ്കല്ലാന്നാ വിചാരം. എന്നാലും എല്ലാത്തിനും അതിര് വേണോടൂ. ഓർക്കേണ്ടത് ഓർക്കാൻ കഴിയണം, മറക്കേണ്ടത് മറക്കാൻ കഴിയണം. തന്റെ ഈ സെന്റിമെന്റ്സും കൊണ്ട് നടന്നാലേ തനിക്ക് ജീവിക്കാൻ നേരമില്ലാണ്ടാവും. താൻ എവിടെയും പോകാൻ പോണില്ല. ഞാൻ പറയണതും തട്ടിക്കളഞ്ഞ് ഉള്ള ജോലിയും വലിച്ചെറിഞ്ഞ് താൻ പോകുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇന്ന് ഈ വീട്ടിനകത്തുനിന്ന് പുറത്തിറങ്ങണമെങ്കിൽ അത് നളിനി വന്നതിന് ശേഷം. തന്റെ ഹൃദയസ്തംഭനവും നേരിലൊന്ന് കണ്ടു കളയാ. എടാ നീ ഒരുമാതിരി സാഡിസ്റ്റിക്. ഒരു സ്റ്റിക്കും ഇല്ല. നമുക്ക് ആ പണ്ടത്തെ സെറ്റ് ഒന്ന് പിടിച്ചാലോ? ടീച്ചറോ? മീര കുളിക്കുവെന്നാ തോന്നണേ. അങ്ങോട്ടിരുന്നോളൂ. അവിടെ ഇരുന്നോളൂ ടീച്ചർ. ഞങ്ങൾ വേണേ അപ്പുറത്തോട്ടിരിക്കാം. അത് വേണ്ട. ടീച്ചർ, ഇത് അന്ന് ആലീസ് പറഞ്ഞില്ലേ, അപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്ന ആളാ സുഗതൻ. എന്റെ ക്ലോസ് ഫ്രണ്ടാ. ടീച്ചറുടെ പേര് നളിനി. നാട് ഇവിടെ തന്നെ. ഇവനായിട്ടൊന്നും ചോദിക്കത്തില്ല, അതുകൊണ്ടാ. നളിനി വന്നായിരുന്നോ? ഇപ്പൊ അയക്കാം. ഇവൻ വളരെ കുറച്ച് മാത്രം സംസാരിക്കുന്ന കൂട്ടത്തിലൊരാളാ. ചിലപ്പോ നേരെ മറിച്ചും ആവാറുണ്ട്. അത് അങ്ങേയറ്റം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലേ ഉള്ളൂ എന്നുള്ളത് ബ്രാക്കറ്റില്. I am ready, teacher. രണ്ട് കഥയും കൂടി ഒരു വലിയ കഥയായിട്ട് തലയിൽ പേര് നിൽക്കുക ഞാൻ. അപ്പുറത്തല്ലേ? എവിടെ? വല്ല വിധത്തിലൊന്ന് ഊരി കിട്ടാൻ നിൽക്കായിരുന്നില്ലേ? പോയി
ചോദിച്ചൊന്ന് ഇളക്കിയെടുത്തതാ ഞാൻ. എന്താ ഉള്ളത് ഇതിനും എനിക്കായിട്ടൊരു വ്യത്യാസം? ദൈവത്തിന്റെ ചില അത്ഭുതങ്ങൾ, അല്ലാണ്ടെന്താ? ഒന്നുകൂടി ഒഴിയടോ. എത്ര മറ്റവൻ അടിച്ചാലും എടോ ലക്ഷ്മണ, ഈ നാടൻ അടിക്കുന്നതിന്റെ സുഖമുണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാ. അല്ലേലും ആശാന്റെ ഈ നാടനടി കുപ്രസിദ്ധമാണല്ലോ. എടോ ഇത് വരെയും രഹസ്യം തന്നെയാ. പിമ്പിരിയായിട്ട് നീ കിടന്ന് കൂവിയാലേ പരസ്യമാവത്തുള്ളൂ. പിമ്പിരിയോ? ആര്, ഞാനോ? അഥവാ ആയാലും വേണ്ടാത്തൊരു വാക്ക് ലക്ഷ്മണന്റെ വായിന്ന് വരില്ല. പോരെ? ടീച്ചർ, ടീച്ചർ ഇതിനകത്തുണ്ടായിരുന്നോ? പ്രോവിഡന്റ് ഫണ്ട് ഓഫീസർ പോയിട്ട് കാര്യമുണ്ടായിരുന്നു. സംഘത്തിനടുത്ത്. ഏതാ ടീച്ചറുടെ സ്കൂള്? സെന്റ് മൈക്കിൾസ്. ഓ, ഇവിടെ അടുത്ത് തന്നെയല്ലേ? അതെ. ഞാൻ എൻ്റെ കഥയെല്ലാം തോമസും മിസ്സിസും കൂടെ പറഞ്ഞു പിടിപ്പിച്ചിരിക്കും. അത്രയ്ക്കൊന്നും സെന്റിമെന്റലായി കൂടാന്ന് സ്വയം തോന്നഞ്ഞിട്ടല്ല. ചിലപ്പോ ചില കാര്യങ്ങളിൽ അതങ്ങനെ ആയി പോകുന്നത്. ടീച്ചർക്കും അതറിയാമായിരിക്കുമല്ലോ അല്ലേ? സോറി, അതൊരു കുത്തുവാക്കായിട്ട് എടുക്കണ്ട. ഒരു എന്താ പറയാ, ഒരു സിമിലാരിറ്റി, അത് ഓർത്തു പോയതാ. ഇത്തവണത്തെ കളിയോ പോണു എന്റെ സ്വന്തക്കാരി ഒരുത്തന്റെ കൂടെ തൊള്ളിക്കൊണ്ട്. യോഗം വേണടാ, മറുക് മറുക്, അതല്ല നിനക്ക്. ഒരു തരത്തിൽ നോക്കിയാൽ അത്യാഗ്രഹമാണ്. ഈ നിലയിൽ നിൽക്കുന്ന ടീച്ചറോട് പറഞ്ഞുകൂടാത്തതുമാണ്. എന്നാലും കഴിയുന്നിടത്തോളം എനിക്ക് ടീച്ചറെ കണ്ടുകൊണ്ടിരിക്കണം. അതിന് ഞാൻ അങ്ങനെ കാണാൻ ഞാൻ വഴിയുണ്ടാക്കിയതും വരും. തെറ്റായിട്ട് എടുക്കില്ലല്ലോ ടീച്ചറെ? ചളിറച്ചി തിന്നാൻ തുടങ്ങിയ ഗോവൻ മൂത്തത് വലിച്ച് ദൂരെ കളയെന്ന് കരുതിയിട്ടാ നിങ്ങൾ ഈ കാര്യത്തിൽ വേണ്ടത്ര ഇൻട്രസ്റ്റ് എടുക്കാത്തത്. ആദ്യം എന്തൊരു വർത്താനോ ഗോപാ. ഞാൻ ഇക്കാര്യത്തിൽ ശുഷ്കാന്തി കാണിച്ചില്ല എന്ന് പറഞ്ഞാൽ ദൈവദോഷം ഉണ്ടാവും. അവള് സമ്മതിച്ചു തരാണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്നാ ഗോവൻ പറയണത്? കുറച്ചുകൂടെ ക്ഷമിക്കുക, അത്രയല്ലാണ്ട്. പണ്ട് നിങ്ങൾ ഉണ്ടാക്കിയിരുന്ന ഭൂമി കുലുക്കത്തിലൊന്നും കുലുങ്ങാത്തോളാ ഇപ്പൊ നിങ്ങളുടെ ഈ വിശറി വീശലിന് മയങ്ങുന്നത്. നിങ്ങളെ കൊണ്ട് കഴിയില്ലെങ്കിൽ അതങ്ങ് പറ. ഗോവൻ അറിയാം വേറെ വഴി നോക്കാൻ. നീ എന്ത് വേണമെങ്കിലും അയക്കോ. എൻ്റെ അടുത്ത് ഇങ്ങനെ കുത്തുവാക്ക് പറയാണ്ടിരുന്നാ മതി. ഞാൻ കരുതി എന്നെ കണ്ടാൽ ടീച്ചർ ഓടിക്കളയെന്ന്. ഇല്ല, ഉണ്ണേട്ടനെ പറ്റി നിങ്ങൾക്ക് എന്തൊക്കെ അറിയാമെന്ന് എനിക്കറിയില്ല. ഉണ്ണേട്ടൻ കഥയൊക്കെ എഴുതുമായിരുന്നു. മനുഷ്യരെ പറ്റിയും മനുഷ്യരുടെ മനസ്സിനെ പറ്റി നന്നായിട്ട് അറിഞ്ഞാലേ കഥ എഴുതാൻ വയ്ക്കുള്ളെന്നോ അങ്ങനെയൊക്കെ പറയുമായിരുന്നു ഉണ്ണേട്ടൻ. എൻ്റെയും നിങ്ങളുടെയും മനസ്സെന്താന്ന് ഉണ്ണേട്ടൻ അവിടെ ഇരുന്നിട്ട് കാണാൻ പറ്റുമായിരിക്കുമല്ലോ. അങ്ങനെ കാണുന്ന ഉണ്ണേട്ടൻ എന്നെ വെറുക്കില്ല എന്ന് രണ്ട് മനസ്സിൽ ഉറപ്പുണ്ടെങ്കിൽ എന്നെ എപ്പോഴും വേണമെങ്കിലും കാണുന്നതിൽ തെറ്റൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞാൽ തെറ്റായിട്ട് എടുക്കില്ലല്ലോ അല്ലേ? വേണമെങ്കിൽ വായാൽ മാത്രം വിളിക്കുകയും ചെയ്തോളൂ എന്നെ മിനിന്ന്. അത് വേണ്ട, വായാൽ മാത്രം ആ പേരുച്ചരിക്കാൻ എനിക്കാവില്ല. ഞാൻ ടീച്ചർ തന്നെ വിളിച്ചോളാം. തിരിച്ചിങ്ങോട്ട് ഈ നിങ്ങളിന് പകരം എന്താ ഇഷ്ടമെന്ന് വെച്ചാൽ അങ്ങനെ. അറിവ് വെച്ച കാലം തൊട്ട് ഉണ്ണീട്ടാന്ന് വിളിച്ച അതേ ലാഘവത്തോടെ മറ്റൊരു പേരുച്ചരിക്കാൻ എനിക്കും ആവില്ല.
നോക്കട്ടെ. അതുവരെ തൽക്കാലം ഞാൻ പേരില്ലാതെ കഴിഞ്ഞോളാം. ഇച്ചായം പ്രസാദിച്ച് ഒരു ഔട്ടിങ്ങിന് ഇറങ്ങിയ അന്ന് ദൈവം പിണങ്ങും. വല്ല മഴയോ കൊടുങ്കാറ്റോ ഒടുക്ക ഇതുപോലെ കൂൾ ഡ്രിങ്ക്സ് കുടിച്ച് തിരിച്ചു പോണം. പിന്നെ നിന്റെ ഔട്ടിങ്ങിന്റെ തിരുദിനമാണെന്നും പറഞ്ഞ കർത്താവിന് മഴ മാറ്റി വെക്കാൻ പറ്റൂ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞായറാഴ്ച കാപ്പാട് പോണം. എന്തെങ്കിലും പറഞ്ഞ് വലിഞ്ഞാ നോക്കിക്കോ. പ്ലീസ് ഡാഡി. ആ അമ്മയും മോളും കൂടെ ഒരുങ്ങിട്ട് തന്നെയാ. പ്രകൃതിയെ സ്നേഹിക്കാൻ കഴിഞ്ഞാൽ തന്നെ മനുഷ്യന് പാതി ദുഃഖങ്ങൾ മറക്കാൻ കഴിയും. അങ്ങോട്ട് നോക്ക്. വാട്ട് എ ബ്യൂട്ടിഫുൾ സീനറി. കുട്ടിച്ചാന്റെ മനസ്സിലും ഇതുമാതിരി നല്ല വിചാരങ്ങളൊക്കെ ഉണ്ടെന്ന് ഇപ്പോഴല്ലേ അറിയുന്നത്. അത് ആലീസിന്റെ തെറ്റാ. പഠിക്കുന്ന കാലത്തെ ഇവന് സാഹിത്യത്തിലും കലയിലും എല്ലാം താല്പര്യമുണ്ടായിരുന്നു. ഓതല്ലോ ഞങ്ങൾ രണ്ടും ഫ്രണ്ട്സും കൂടെ കളിച്ച് പ്രൈസ് വാങ്ങിയിട്ടുണ്ട്. ഓടാവിടുന്നു. ഇതുപോലെ നേരെ നിനക്ക് ട്രാജഡിയെ പറ്റി സംസാരിക്കാൻ കണ്ടുള്ളൂ. പുഴയും കടലും തമ്മിൽ ചേരുന്ന ആ കാഴ്ച കാണുമ്പോൾ എനിക്ക് എന്താ ഓർമ്മ വരുന്നറിയോ? ഷെല്ലിയുടെ ലവ് ഫിലോസഫി. ദി ഫൗണ്ടൻ മിംഗിൾസ് വിത്ത് ദ റിവർ. പറയുന്നത് ദി ഫൗണ്ടൻ മിംഗിൾസ് വിത്ത് ദ റിവർ ആൻഡ് ദ റിവർ വിത്ത് ഓഷൻ. നത്തിങ് ഇൻ ദ വേൾഡ് ഈസ് സിംഗിൾ. കലക്കൻ ഒബ്സർവേഷൻ. നേരത്തെ ലൈറ്റ് പിടിച്ചേ, ലൈറ്റ് പിടിച്ചേ. നമുക്ക് ഓടി താഴെ പോയി കളിക്കാം. ദൂരെ പോകരുത്. ഇല്ല, നിന്റെ മാത്രം എടുത്താൽ അങ്ങനെ. ഇനി എന്റെ ഒന്നും റെഡി. വൺ സെക്കൻഡ് ഉള്ള സ്റ്റൈലൊക്കെ മതി. റെഡി. കൊള്ളാം. ഒരർത്ഥത്തിൽ നോക്കിയാൽ ഷെല്ലിയുടെ ഫിലോസഫി തെറ്റല്ലേ? ഒഴുകി ചെന്ന് ചേരാൻ കടലില്ലാത്ത രണ്ട് പുഴകൾ, ഞാനും ടീച്ചറും ഒപ്പം നിൽക്കുമ്പോഴും വി ആർ സിംഗിൾസ്. പരാതിയല്ല, നമ്മുടെ വിധി ഇതാണെന്ന് അറിഞ്ഞുകൊണ്ട് അതിൽ സന്തോഷിക്കാൻ ശ്രമിക്കുക. ഉണ്ണേട്ടന്റെ നളിനിയെ ദാ ഈ ടീച്ചറെ കണ്ടോണ്ടിരിക്കാൻ മിസ്റ്റർ സുഗതൻ ഉണ്ടാക്കിയെടുത്ത വഴികളിലൊന്നു തന്നെയാ ഈ യാത്രയും. അയ്യോ, സത്യമായിട്ടുമല്ല. പരിപാടി സ്പോൺസർ ചെയ്തത് ആലീസ്, എന്നെയും ചേർത്തത് തോമസ്, ടീച്ചറെ ഇൻക്ലൂഡ് ചെയ്തത് മീര. അങ്ങോട്ട് പോകണ്ട, അവിടെ ആളുണ്ട്. ഇല്ല, പോവില്ല. അയ്യോ, എനിക്കെല്ലാം വ്യാമോഹങ്ങളാ. ഇപ്പൊ തോന്നുന്നത് നമ്മളും ഇങ്ങനെ രണ്ട് കുട്ടികളായിരുന്നെങ്കിലൊന്ന്. എങ്കിൽ ഇതുപോലെ ചെണ്ട മദ്രത്തിൻ്റെ അടുത്ത് പറയുന്ന പോലെ നഷ്ടങ്ങളുടെ കഥ പറഞ്ഞ് ഒരുക്കി തീരാണ്ട് ഈ കടപ്പുറത്തെല്ലാം ഓടി നടന്ന് കളിക്കായിരുന്നു. രൂപം കൊണ്ട് ഞാനും ഇനി ഒന്ന്. അതുപോലെ തന്നെ ഈ വേണ്ട പറയണ്ട. ഭ്രാന്ത് പറയുന്ന കാര്യത്തിൽ ഞാനും ഉണ്ണിയും ഒരുപോലാണെന്നായിരിക്കും അല്ലേ? എന്താ ഇത്ര വലിയ തമാശ? ഒന്നുമില്ല, ഷെല്ലി പറഞ്ഞതിന് ഒരു പുതിയ വ്യാഖ്യാനം ഉണ്ടാക്കാൻ ശ്രമിക്കുകയായിരുന്നു. മിണ്ടാപ്പൂച്ച കല ഉടയ്ക്കുന്ന അവള് ലോകത്തില്ലാത്ത ആചാരമെല്ലാം ചെയ്ത് കാണിച്ചപ്പോഴേ എനിക്കറിയാം ഇത് കുറെ കാലത്തേക്ക് ഉണ്ടാവില്ലെന്ന്. ദൈവദോഷം പറയാതെ നിങ്ങൾ എന്ത് കണ്ടിട്ട് ഇതൊക്കെ പറയണേ? ഞാൻ തന്നെ കാണണോ? നാട്ടിൽ മുഴുവൻ പാട്ടാ. നീ എന്തിനാ അവക്ക് വക്കാലത്ത് പിടിക്കണേ? എടി യശോദേ, ഞാൻ എന്തെല്ലോ കുറച്ച് കേട്ടു. ഓള് ഒരു മനുഷ്യശ്രീ തന്നെല്ലേടി. ആയിക്കോട്ടെന്നേ, നിങ്ങൾക്ക് എന്തിനാ കണ്ണുകടി? ഭൂലോകത്ത് നടക്കാത്തൊന്നല്ലല്ലോ. കാപ്പാട് യാത്രയ്ക്ക് ശേഷം നമ്മൾ തമ്മിൽ കണ്ടില്ല. ഞാൻ കുറച്ച് ബിസിയായിരുന്നു. ചന്തയിൽ പോയതാ. ഗൃഹനാഥനും പാചകക്കാരനും ഒക്കെ ഞാൻ തന്നെയാണല്ലോ.
എൻ്റെ കുഴപ്പം ഇപ്പോൾ ടീച്ചറിനാന്ന് തോന്നുന്നു. വല്ലപ്പോഴും ഒരിക്കൽ കണ്ടുമുട്ടുമ്പോഴും ടീച്ചർ വളരെ കുറച്ചേ സംസാരിക്കുന്നുള്ളൂ. ശീലം അങ്ങനെയായി പോയില്ലേ? മൂളി കേൾക്കുക, മറുപടി ഒരു അക്ഷരം ശബ്ദിക്കാതിരിക്കുക. നാടും വീടും എന്നെ അങ്ങനെ പഠിപ്പിച്ചത്. ടീച്ചറും വേദാന്തം സംസാരിക്കുകയാണെന്ന് തോന്നുന്നു. വെള്ളത്തുണിയുടെ മാഹാത്മ്യം കാണാൻ ഇതിനേക്കാൾ നല്ലൊരു ലൊക്കേഷൻ വേറെ എവിടെ കിട്ടാനാ? എല്ലാരും നിന്നെ പോലെ തന്നെ കരുതുന്നതാ നിന്റെ തെറ്റ്. ആഹാ, നിന്റെ പുരോഗതി കൊള്ളാവലോടി. ഇങ്ങോട്ട് എടി പൊടിന്ന് വിളിക്കുന്നവനൊക്കെ അങ്ങോട്ട് ബഹുമാനം വേറെ വേണമായിരിക്കും. Shut up, you bitch. ആരാ ടീച്ചർ ഇത്? ഓഹോ, വാ പറഞ്ഞുതരാം. ഞാനിതിൽ തലയിടണോ? അത്രയ്ക്ക് വല്ലതും ഉള്ളതാണോ ടീച്ചറെ? വേണ്ട, നിങ്ങൾ പൊയ്ക്കോളൂ. കുരയ്ക്കണവര് അവിടെ കിടന്ന് കുരയ്ക്കട്ടെ. ഞാൻ കുറെ കണക്കും കാര്യങ്ങളൊക്കെ പറയട്ടടി, അതൊക്കെ കേട്ടിട്ട് പോയാൽ മതി. അങ്ങോട്ട് ഈ ലോകൈക സുന്ദരിക്ക് ഒരു ലവർ ഉണ്ടായിരുന്നു. ഭാഗ്യവാൻ ചത്തുപോയി. ഇവളുടെ അഴിഞ്ഞാട്ടം കാണാണ്ട് അങ്ങേന്ന് ചേർന്നല്ലോ. സെക്കൻഡ് ചാൻസ് ഈ എൻ്റെ. എന്തൊക്കെ ആട്ടം ഇവൾ ആടിയാലും ഞാൻ ഇവളെ കെട്ടിയൊന്നും ആടും. ദാറ്റ്സ് എ ചാലഞ്ച്. തേർഡ് ചാൻസ് വേണമെങ്കിൽ ആയിക്കോ, എനിക്കൊരു വിരോധമില്ല. കുടുംബത്ത് നമ്മൾ ഒറ്റ സന്തതി ആയിരിക്കും അല്ലേ? കൂടപ്പുറപ്പായിട്ടൊരു പെണ്ണുണ്ടാവില്ല. അമ്മയ്ക്ക് തൻ്റെ അച്ഛൻ ആരാണെന്ന് അറിവുണ്ടാവില്ല. അല്ലെങ്കിൽ ഈ പെരുവഴിയിൽ ഒരു പെണ്ണിൻ്റെ അടുത്ത് താൻ ഈ കുറയൊന്നും കുറയ്ക്കില്ലായിരുന്നു. ഒരുത്തനെ യമൻ പോത്തിന്റെ പുറത്ത് കയറ്റിക്കൊണ്ടുവന്നുകൊണ്ട് ചിരിച്ചവനായി ഗോവൻ. മൈൻഡ് ഇറ്റ്. താനൊരു ചുക്കും കണ്ടില്ല. ഇപ്പൊ പോത്തില്ല, ടൊയോട്ടയിലാ കാലിന്റെ യാത്ര. ഒരു കാലി അടിക്കുന്നത് സ്ട്രോങ് ആയിട്ട്. എന്തായിരുന്നു കോയ വൈകുന്നേരം എന്റെ വീടിന്റെ മുമ്പിൽ ഒരു കശപിശ? പെണ്ണ് കേസ് തന്നെ. ആ ടീച്ചറിനും വേണ്ടിയിട്ട് രണ്ട് ബലാലുകളും കൂടെ പെരുവയിലും ബൈക്കും വെക്കാണോ. ഓളുടെ പോക്കും അത്ര നന്നല്ല കേൾക്കണേ. ഞമ്മള് കണ്ടിരിക്കണെന്ന് പഠിപ്പിക്കാനെന്നും പറഞ്ഞ് ടൗണിൽ പോയാ ഓള് ചുറ്റിയടിക്കുന്നത് മുഴുവനും ആ ഓഫീസറിന്റെ കൂടെ തന്നെയാ. എടോ കോയെ, ഇവന്റെ അടുത്താ പറഞ്ഞ നീ നാളെ നേരം വെളുക്കുമ്പോഴത്തേക്ക് ഇത് നാട്ടിൽ മുഴുവനും പാട്ടാവും. നാട്ടില് നാലാളുടെ ഇടയില് പുകഞ്ഞു പോഞ്ഞ് ചൂര് ഇവിടെ എത്തി. തീയില്ലാണ്ട് പുകയുണ്ടാവില്ല എന്നൊരു ചൊല്ലുണ്ടല്ലോ. നിക്ക് ഞാൻ പറഞ്ഞു തീർക്കട്ടെ. എന്നോടോ ഉണ്ണിയോടോ ഉള്ള വിശ്വാസത്തില് നീ മായം ചേർക്കുന്ന ലെവലേശം സംശയം ഉണ്ടായിട്ടില്ല മോളെ ഞാനീ പറയണത്. എന്നാലും ഈ കേട്ടതില് ഒരു കഴഞ്ചോടങ്ങുന്ന സത്യമുണ്ടെങ്കിൽ എനിക്ക് സന്തോഷ. ഒളിച്ചും പതുങ്ങിയിട്ടും അല്ലാതെ നാലാളുടെ മധ്യത്തിൽ കെങ്കേമമായിട്ട് ഈ അമ്മാവനെ നടത്തിത്തരാം. എങ്ങനെയാ അമ്മാവൻ ഇങ്ങനെ ചിന്തിക്കാനെങ്കിലും കഴിഞ്ഞത്? എന്റെ ഉണ്ണിയേട്ടനെ ഇരുത്തിയ സ്ഥാനത്ത് വേറൊരാളെ ഞാൻ ഇരുത്തുന്നു. എങ്ങനെ അമ്മാവൻ തോന്നിപ്പോയത്? ഈ കുടുംബത്തിലല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലായാലും നീ ഗ്രഹലക്ഷ്മിയായിട്ട് വിളങ്ങുന്നത് കാണാനുള്ള ആശ കൊണ്ട് എനിക്ക് അങ്ങനെ അബദ്ധം പറ്റിപ്പോയതാ. ഈ തൊട്ടിരിക്കുന്നത് മോളുടെ കയ്യിലല്ല കാലിലാന്ന് കരുതിയിട്ട് നീ എനിക്ക് മാപ്പ് തരണം മോളെ. വണ്ടി വീടിന്റെ മുന്നിലുണ്ടായ സംഗതി കളത്തിലാവും. അത് ശരിയാ. ഒരു കാര്യം ചെയ്യും, വണ്ടി ഇവിടെ ഇരുന്നോട്ടെ, അങ്ങോട്ട് വെക്കാം. ഇവിടെ വെച്ചോ. ടീച്ചർ, അവരെല്ലാരും ഇടുക്കിക്ക് പോയിരിക്കുക. തോമസിന്റെ വല്യമ്മ മരിച്ചു. ഇപ്പോൾ 3 മണി ആയപ്പോഴാണ് ടെലിഗ്രാം വന്നത്. ഇനിയിപ്പോ
ഒരു 2 ദിവസം കഴിഞ്ഞ് നോക്കിയാൽ മതി. എന്നാ ഞാൻ വരട്ടെ? നിൽക്കും, ഞാൻ കൂടെ വരാം. ദാ അവിടെ വരെ. കുറച്ച് ദിവസമായിട്ട് ഞാൻ ടീച്ചറുടെ വഴിക്ക് വന്നില്ല. മനഃപൂർവ്വ ആളുകളെ കൊണ്ട് ഇനി അതും ഇതൊക്കെ പറയിപ്പിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാ. അതുകൊണ്ട് ആളുകൾ പറയണത് നിർത്തും തോന്നുന്നുണ്ടോ? അല്ല, അതും ശരിയാ. മാത്രമല്ല, ഈ പറഞ്ഞ കുറച്ച് ദിവസത്തിനിടയ്ക്ക് ഒരു കാര്യം കൂടെ എനിക്ക് മനസ്സിലായി. എൻ്റെ ജീവിതത്തിൽ ടീച്ചർ ഇപ്പോൾ ഒരു മസ്റ്റായിരിക്കുന്നു എന്ന്. അല്ല, വേറെ ഏത് വിധത്തിലും അല്ല, ഇപ്പോഴുള്ള നമ്മുടെ ഈ അണ്ടർസ്റ്റാൻഡിങ് തന്നെ. ഈ കാണാണ്ടിരിക്കുക എന്നുള്ള ഏർപ്പാട് ഇനി എന്നെ കൊണ്ടാവും തോന്നില്ല ടീച്ചറെ. അല്ലാണ്ടൊരു തീരുമാനം ടീച്ചർ എടുക്കല്ലേ? വന്നുണ്ടോളൂ രണ്ടുപേരും. ഇളയമേ ഇരുന്നോളൂ. നിങ്ങൾ കഴിക്കേ, ഞാൻ എന്നിട്ടുണ്ടോളാം. അമ്മ എനിക്കൊരു പപ്പടം കൂടെ. ആ, ഉള്ളത് മുഴുവൻ കഴിഞ്ഞു, ഇനിയില്ല പപ്പടം. നിനക്ക് കുറച്ച് ചോറൂടെ ഇട്ടെ. വേണ്ട. പള്ളി ഒച്ചയും ബഹളം ഉണ്ടാക്കിക്കൊണ്ടൊന്നും കാര്യമില്ല. അടങ്ങിയിരിക്കുന്ന എനിക്ക് നല്ലത്. നാണം കിട്ടവനെ, കിടക്കണ പുറത്ത്. എന്നെ കൊണ്ട് ഈ നാണം കെട്ട പണി വെച്ച നീ തന്നെയാ. മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞത് കേട്ടിരുന്നെങ്കിലോ? ഇറക്കി വിടറ അവളെ. ആരെ? ഓ, ഒന്നും അറിയാത്തൊരു പച്ചപ്പാവം. മര്യാദക്ക് ഇറക്കി വിടുക നിനക്ക് നല്ലത്. ആരെയാ? ആരുടെ കാര്യമാണ് നിങ്ങൾ ഈ പറയുന്നത്? ഇറക്കി വിടറ. അയ്യോ, ഇവിടെ ആരും ഇല്ല. വേണേ കയറി നോക്കിക്കോളൂ.
മുറ്റത്തിറങ്ങി നോക്കും ബാക്കിലുള്ള മുറ്റത്തോ. ഇറങ്ങി വാടി ഇവിടെ. നാട്ടിലും വീട്ടിലും ചിത്തപ്പനുണ്ടാക്കി ഇറങ്ങി തിരിച്ചിരിക്കുന്നു ഓരോ ജന്തുക്കളല്ല. ഞാൻ കാണിച്ചു തരാം. വിടാ പാടാ റാസ്കൽ. ചവിട്ടണവന്റെ എല്ലാം നോക്കി. കുടുംബത്തിൽ പറഞ്ഞ പെമ്പിള്ളേരെ പിഴപ്പിഞ്ഞറിയോളാ നാറി. എല്ലാരും പോലെ നിക്കടി അവിടെ. ഇതിപ്പോ ഒരു അപമാനം. ഇങ്ങനെ നില്ല ചത്തുപോയിന്ന് കരുതിക്കോളാം. പോ, ഏത് നരകത്തിലാന്ന് വെച്ചാ പോയി തൊലേ. ഈ പഠിക്കാത്തിന് കയറി പോരുത്. അമ്മേ വാതില് തുറക്ക്, വാതില് തുറക്ക്. അമ്മേ അമ്മേ വാതില് തുറക്ക്. പറയുന്നത് കേൾക്ക്. ഇത്രയും കുടിച്ചിട്ട് ഇനിയിപ്പോ ഇന്ന് പോണ്ട. നീ പോടാ. ഗോവനാ കുടിച്ചത്, ഗോവന്റെ വണ്ടി കുടിച്ചിട്ടില്ല. വണ്ടിക്ക് അറിയാം പോകാനുള്ള വഴി. മനസ്സിലായോടാ ലക്ഷ്മണ? ഒക്കെ അറിഞ്ഞു. മുമ്പ് അങ്ങനെ ഒരു സ്തുതി ഉണ്ടായപ്പോ ഞാനായിട്ട് ഉപദേശിച്ച നിന്നെ. അന്ന് കണ്ണീരും കൈയായിട്ട് മറുത്തോളോ നീ. വെളിച്ചത്ത് മറുത്ത മനസ്സിൽ ഇരുട്ടത്താശ കെടുത്തിടാന്നുമല്ല. എന്നാലും മറിച്ചൊന്നിനിറങ്ങുമ്പോ എന്റെ മോന്റെ പേരാൽ ചുറ്റിരിക്കുന്ന ഈ വെളുത്ത ചുരുട്ടി അടുപ്പിൽ വന്നിട്ട് പോരായിരുന്നോ നിനക്കത്? എന്നാലും മറിച്ചൊന്നിനിറങ്ങുമ്പോ എന്റെ മോന്റെ പേരാൽ ചുറ്റിരിക്കുന്ന ഈ വെളുത്തത് ചുരുട്ടി അടുപ്പിലെറിഞ്ഞിട്ട് പോരായിരുന്നു നിനക്ക്? എനിക്ക് മാപ്പ് തരണം. അത്ര എനിക്ക് പറയാനുള്ളൂ.
സുഗത ഞാനിപ്പോഴാ വന്നത്. കാര്യങ്ങളെല്ലാം അറിഞ്ഞു. ഞാൻ നീ വരാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു, കണ്ട് യാത്ര പറഞ്ഞിട്ട് പോവാൻ. ഒരു പ്രാവശ്യം താൻ ഇറങ്ങി തിരിച്ചപ്പോൾ ഞാനാ തന്നെ തടഞ്ഞത്. അവസാനം ഇങ്ങനൊക്കെയായി. ഇനി ഞാൻ എന്തും പറഞ്ഞാ തന്നെ പിടിച്ചേർത്തുന്നത്? തൻ്റെ ഇഷ്ടം. ഇന്ന് രാവിലെ ആ ചെക്കൻ ചെന്ന് കഥ തുറന്നപ്പോഴാ അറിയണത്. എന്നാലും അവൾ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്തല്ലോ. നാട്ടിലും വീട്ടിലും അതിനൊരു സൗകര്യണ്ടായ പിന്നെന്താ ചെയ്യാ? അതിന്റെ ഒരു വിധി. പാടാനെനിക്കിനി ഗാനങ്ങളിൽ കാഴ്ച വയ്ക്കാനും മാനസം മാത്രം. പാടാനെനിക്കിനി ഗാനങ്ങളിൽ കാഴ്ച വയ്ക്കാനും മാനസം മാത്രം. ഇന്നലെ കണ്ട സ്വപ്നങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുമെൻ മനസ്സിലെന്നും. മനം നൊന്തു ഞാൻ കരഞ്ഞു, മനതാരിലെ ഓർമ്മകളും കരിഞ്ഞു പോയു കിനാക്കളെന്ന് ഒരു നിമിഷം ഞാൻ ഓർത്തുപോയി. മനം നൊന്ത് ഞാൻ കരഞ്ഞു, മനതാരിലെ